നടക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൽമും നഷ്ടപ്പെടില്ല. നിങ്ങളല്ല ഉറങ്ങുന്നതെങ്കിൽ, നിങ്ങളെ അവൻ ഉറക്കിയതാണെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ പറയപ്പെടുന്ന ഒരു ഇൽമും നഷ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളാണ് ഉറങ്ങുന്നതെങ്കിൽ ആ നഷ്ടമാകുന്ന ഇൽമു പിന്നെ നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. അതുകൊണ്ട് നല്ല ബോധ്യം വേണം ആരാണ് ഉറങ്ങുന്നത്, ആരാണ് ഉറക്കുന്നത് എന്ന്. അത്രേ വേണ്ടുള്ളൂ. കാളയും കയറും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ. അള്ളാഹു ഏറ്റവും അനുകൂലമായ മാനസികവും ശാരീരികവുമായ ഊർജം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനിയിപ്പോൾ രാവിലെ പറഞ്ഞില്ലേ എങ്ങനെ ഒന്നിങ്ങനെ അങ്ങനെ ഇരിക്കാനൊക്കെ, അതിനൊരു റിലാക്സേഷൻ ഇപ്പം ഉണ്ട്. കാരണം ഓരോരുത്തർ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഉറങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടും ആരൊക്കെ ഉറക്കം എവിടുന്നൊക്കെ അല്ലേ തൊട്ടടുത്ത് ഇരിക്കുന്ന ആളൊന്ന് ഹായ് ഒന്ന് കണ്ടുപോയാൽ നമ്മൾ വിട്ടുപോകും. ഒന്ന് അങ്ങണ്ടിരിക്കുക, ഒന്നുമില്ലെങ്കിൽ പോയി ഒതുർക്കുക, അങ്ങനെയൊക്കെ ചെയ്യട്ടെ, അതിനൊന്നും വിരോധങ്ങളില്ല ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രാവിലെ മൗലവി പറഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനുമായി എவ்விதം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാവും. റബ്ബി വ റബ്ബുക്കല്ലാഹ് എന്ന് പറയുമ്പോൾ നിന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന, ബാത്റൂമിൽ പോകുന്നു, പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, സ്കൂളിൽ പോകുന്നു, മദ്രസയിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അയൽവാസി ഇതൊന്നും സമ്മതിക്കില്ല. വെറുതെ ഒരു ഉദാഹരണം പറയാം. ഞാൻ പറയണേ ഞാൻ ഓഫീസിൽ പോയി, അയൽവാസി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, ഈ ഓഫീസിൽ പോയിട്ടില്ല. ഞാൻ ഇന്ന് അങ്ങാടി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു, ഞാൻ കണ്ടിട്ടില്ല, ഈ അങ്ങാടി പോയിട്ടില്ല. ഇങ്ങനൊരു അയൽവാസി ഉണ്ടെങ്കിൽ നമ്മുടെ ഹാലെന്താവും? നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, അയൽവാസി ഒന്നും സമ്മതിക്കുന്നില്ല. എന്താ കാര്യം? ഓൻ കണ്ടിട്ടില്ല. ഓൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാവണം എന്നാണ് അവൻ്റെ ആഗ്രഹം. നടക്കുമോ? നടക്കുമോ? ഇല്ല. ഒരു ഉട്ടോപ്യൻ സംഗതിയാണ് അതല്ലേ, നടക്കില്ല. ഈ അവസ്ഥയിലാണ് അമ്പിളി മാമൻ അതിനേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും യഥാസമയം അതിന് നൽകിയ തഖ്ദീർ അനുസരിച്ച് പോകേണ്ട വീടുകളിലൊക്കെ അല്ലേ, വീടുകൾ ഏതാ വീടുകൾ? മൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീട്, ഇറങ്ങുന്ന സ്ഥലം എന്നാണ് ശരിക്കും. നസല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നതിനാണ് നസല. മൻസിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന സ്ഥലം. നമ്മൾ കുറേ വീടുകളുടെ ഗേറ്റുമ്മലൊക്കെ കാണാം മൻസിൽ. ഇത് വല്ലതും അറിഞ്ഞിട്ടാണ് ഇടുന്നത്, വല്ലതും അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. എന്താണ് മൻസിൽ എന്ന് പറഞ്ഞാൽ? പിന്നെ രണ്ടർത്ഥത്തിലിടാൻ സാധ്യതയുള്ളൂ. ഒന്ന് അതിൻ്റെ ശരിയായ അർത്ഥം അറിയാഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ അർത്ഥം അറിഞ്ഞിട്ട്. മൻസിൽ നിന്ന് പേരിട്ടവരുണ്ടോ വീടുമേ? ഉണ്ട്. ഒന്ന് ആലോചിച്ചോളൂ ഏതിലാണ് പെടുക എന്നുള്ളത്. ഒരർത്ഥം അറിയാഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മൻസിൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്ഥിരവാസത്തിനുള്ളതല്ല. മനുഷ്യൻ്റെ ജൈവികമായ വിശ്രമത്തിനും രാത്രി താമസത്തിനും ഉണ്ടാക്കുന്ന വീടിൻ്റെ പേര് ബൈത്ത് എന്നാണ്. ബൈത്ത്, മനസ്സിലല്ല, ബൈത്ത്. മൻസിൽ എന്ന് പറഞ്ഞാൽ യാത്രയിൽ ഒന്നിറങ്ങാനുള്ള ഇടാണ്.
അല്ലേ? അങ്ങനെ വേനൽക്കാല വസതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന വസതിയാണ് ആണ് ഈ പദം ഉപയോഗിച്ചത്. മൻസിൽ, ചന്ദ്രൻ അതിൻ്റെ യാത്രയിൽ ചില മൻസിലുകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ ഉണ്ടാവുന്നതാണോ? അല്ല. അത് കഴിഞ്ഞാൽ അവിടുന്ന് പോകും, അത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെ. അതിപ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇതൊരു മഞ്ചിലാന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ വന്നിട്ട് കുറച്ചു നേരം നിന്ന് എല്ലാവരും ഒക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ അടുത്ത മഞ്ചിലേക്ക് അങ്ങനെ ആവോ ചന്ദ്രൻ പോവുക? ആണോ? അല്ല. ഒരു മില്ലി മൈക്രോ സെക്കൻഡ് പോലും അത് നിശ്ചലാവുന്നില്ലല്ലോ, നിശ്ചലമാകുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവരെ അറ്റത്ത് നിങ്ങൾക്കിപ്പോൾ മൂൺ ഒബ്സർവേഷൻ എന്നുള്ളത് മുഴുവൻ കാണുന്നുണ്ടോ? ഇപ്പോഴോ? ഇപ്പോൾ കാണുന്നില്ല അല്ലേ? നിങ്ങൾക്കോ? കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവർക്കിപ്പോൾ ഈ മൂൺ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയനെ ഞാൻ മറക്കുന്ന വിധത്തിൽ ഇപ്പോൾ ഈ കടന്നു പോയില്ലേ, ആ കടന്നു പോകുന്ന ഒരു ഏരിയ ഒരു മനസ്സിലായിട്ട് വിചാരിച്ചു നോക്കിയാൽ പിന്നെ മൂപ്പർക്ക് അത് വീണ്ടും കാണും. തൊട്ടടുത്ത ആൾക്ക് ഇരിക്കുന്ന ആൾ കാണൂല, തൊട്ടടുത്ത ആൾക്ക് കാണൂല, അങ്ങനെ അങ്ങനെ കാണാത്തവർ ഇങ്ങനെ 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 വരും അല്ലേ? ഞാൻ കാണിക്കാതിരിക്കണ്ട അല്ലേ, ഞാൻ എൻ്റെ പോക്ക് ഇങ്ങനെ പോവാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പോണ വഴിയെ മനുഷ്യർ ഇതിനെ കണ്ടും അറിഞ്ഞും നിരീക്ഷിച്ചും. ഒരു ചോദ്യം അതിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഇവിടെ പല ആയത്തുകളും വന്നപ്പോൾ ഒരു പരാമർശം വന്നല്ലോ, സിറാജ്, സൂര്യൻ സിറാജാണ്, ചന്ദ്രൻ മുനീറാണ് അല്ലേ? എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം? ലിയാ നൂറ് വേറെ വന്നിട്ടുണ്ട്. ഗഫൂർ മൗലവിയുടെ അവതരണത്തിലുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അല്ലേ? സിറാജൻ, മുനീറൻ, ഇങ്ങനെ രണ്ട് വിശേഷണങ്ങൾ. ഒന്ന് സൂര്യനാണ്, ഒന്ന് ചന്ദ്രനാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സ്വയം പ്രകാശിക്കുന്നത് ഏതാണ്? സൂര്യൻ. അപ്പോൾ അതിൻ്റെ പേര് സിറാജ് അല്ലേ? പിന്നെ മുനീർ എന്ന് പറഞ്ഞാലോ, വേറൊന്നിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചിട്ട് അതുവഴി വെളിച്ചം കാണിക്കുന്നത്. മുനീർ എന്ന് പറഞ്ഞാൽ പ്രകാശം നൽകുന്നത് തന്നെയാണ്, പക്ഷെ അത് അതിൽ നിന്ന് ഉണ്ടാകുന്നതല്ല, വേറൊന്നിൽ നിന്ന് സ്വീകരിച്ചിട്ട് കൊടുക്കുന്നതാണ് മുനീർ അല്ലേ? അതാരാണ്? ചന്ദ്രൻ. സിറാജ് എന്നും മുനീർ എന്നും വേറെ ആർക്കെങ്കിലും പേരുണ്ടോ? സൂര്യന് സിറാജ് എന്ന് പറയുന്നുണ്ട് ഖുർആനിലാണ് ഞാൻ ചോദിക്കുന്നത്. ചന്ദ്രന് മുനീർ എന്ന് പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും ഖുർആൻ സിറാജൻ എന്ന് വിളിക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും ഖുർആൻ മുനീർ എന്ന് വിളിക്കുന്നുണ്ടോ? അവർക്കെന്തോ പറയണ്ടേ അല്ലേ? വേറെ ആരെയോ വിളിക്കുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നുണ്ട്. എവിടെ? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നില്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ അല്ലേ? എന്ത് മനസ്സിലായി? റസൂലുള്ളാഹി സൂര്യനും ചന്ദ്രനും ആണെന്ന മാപ്പിളപ്പാട്ടുണ്ടാക്കാനുള്ള വകുപ്പായി അല്ലേ? എന്താണ് ഈ പറഞ്ഞത്? ഒരു സ്ഥലത്ത് സൂര്യനെ സിറാജ് എന്ന് വിളിക്കുക, ചന്ദ്രനെ മുനീർ എന്ന് വിളിക്കുക, എന്നിട്ട് അതൊക്കെ സംവിധാനിച്ചത് എത്ര അനുഗ്രഹീതനാണ് എന്ന് പറയുക. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ച ഒരു റസൂലിനെ സിറാജ് എന്ന് വിളിക്കുക, മുനീർ എന്ന് വിളിക്കുക. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഒന്നാലോചിക്കേ. എന്താണ് മനസ്സിലാവേണ്ടത്? റസൂൽ എന്താണ്? സിറാജാണ്, അഥവാ സ്വയം പ്രകാശിതമാണ്. റസൂലുള്ളാഹി മുനീറാണ്. എങ്ങനെ? എവിടുന്ന്? അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച് പ്രകാശിപ്പിക്കുന്നവനാണ് അല്ലേ? അതുകൊണ്ട് റസൂല് തന്നാൽ മതി നമുക്ക്. ഖുദൂ
ആതാക്കുമുർ റസൂലു ഫഖുദൂഹു. റസൂല് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അത് സിറാജുമാണ്, സ്വയത്തിൽ നിന്നും കിട്ടും, അവിടുന്ന് സ്വീകരിച്ചിട്ടും കിട്ടും. ഇത് തിരിയണമെങ്കിൽ തന്നെ ആസ്ട്രോണമി അറിയണം. റസൂലുള്ളാഹിന്റെ ഒരു പേര് തിരിയണമെങ്കിൽ ആസ്ട്രോണമി അറിയണം, അല്ലേ ശബാബ്? ഓക്കെ. സൂര്യനും ചന്ദ്രനും ഇങ്ങനെ വ്യത്യസ്തമായ പ്രകാശങ്ങൾ ഉണ്ട് എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ട് എത്ര ശബാബ്? സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം ആണ് ചന്ദ്രന്റെ റിഫ്ലക്ഷൻ എന്നൊക്കെ അറിയോ? ഒരു 200 വർഷത്തെ ചരിത്രമാണ് സയൻസിനുള്ളത്. എന്ത്? ചന്ദ്രൻ അത് സ്വയത്തിൽ അല്ല, മറ്റൊരു സോഴ്സിൽ നിന്ന് പ്രകാശം കിട്ടുകയാണ് എന്നുള്ളത് സ്ഥാപിച്ചിട്ട് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് 200 വർഷമായിട്ടുള്ളൂ. മുസ്ലിങ്ങൾ അത് അറിഞ്ഞിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി അത് അറിഞ്ഞിട്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നിങ്ങൾ വെറുതെ ഊഹിച്ച് പറഞ്ഞു നോക്കിയതല്ലേ? ആദമിനെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും, കൂട്ടത്തിലതും പഠിപ്പിച്ചിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ തേങ്ങനെ ഇസ്ലാമാക്കിയില്ലേ എന്ന മട്ടിൽ അല്ലേ? കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റും. മുസ്ലിങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ട് എത്ര കാലമായി? 1400 അത് എക്സസൈസ്, ഹോംവർക്ക് ഇവിടുന്ന് പറയേണ്ട ഉത്തരം. മുസ്ലിങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ട് എത്ര വർഷമായി എന്നത് ഒരു ഹോംവർക്ക്. മനുഷ്യർ ഈ വിഷയം അറിഞ്ഞിട്ട് എത്ര കാലമായി ഉണ്ടാവും? സയൻസ് അറിഞ്ഞിട്ട് 200 കൊല്ലമായിട്ടുള്ളൂ. മനുഷ്യർ മൊത്തത്തിൽ ഇത് അറിഞ്ഞിട്ട് എത്ര കൊല്ലമായി? വല്ലമ ആദമൽ അസ്മാക്കുല്ല. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. നിങ്ങളുണ്ടായിരുന്നില്ലേ തെങ്ങിനെ ഇസ്ലാമാക്കുമ്പോൾ? ഉണ്ടായിരുന്നില്ലേ? അങ്ങനല്ല. നമ്മൾ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രബോധനമുണ്ട്, അല്ലേ? അവർ ചോദിക്കുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നിഷേധികളായ ജനത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ ഈ ആകാശങ്ങളെ, സ്പേസിനെ 7 തബക്കായി സൃഷ്ടിച്ചത്, എന്നിട്ടതിൽ സിറാജിനെ വെച്ചത്, അതിൽ കമറം മുനീറിനെ വെച്ചത്, നിങ്ങൾ കാണുന്നില്ലേന്ന്? ആരോട്? നിഷേധികളോട്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളായ നമുക്ക് നൂഹ് നബിയുടെ നിഷേധികളായ സമൂഹത്തിൻ്റെ ഇൽമു പോലും ആയിട്ടില്ല എന്നല്ലേ വരിക? അങ്ങനല്ലേ വരിക? നൂഹ് നബി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവരുടെ നിഷേധികളായ ആളുകളോട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയുന്നതല്ല, അവർക്കറിയാം. അറിയാത്ത കാര്യം ഇപ്പോൾ അവരോട് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ പോയി പഠിച്ചോളി എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ നോക്കുന്നതല്ലേ? ആകാശങ്ങളെങ്ങനെ ഇടങ്ങളായി സൃഷ്ടിച്ചതും അതിൽ സിറാജ് വെച്ചതും മുനീർ വെച്ചതൊക്കെ നിങ്ങൾ അറിയുന്നതല്ലേ? മാഷാ അല്ലാഹ്. അപ്പം നമുക്ക് ആ ഒരു ആർജവം ഉണ്ടാവണം. അമ്മാതിരി അറിവൊക്കെ കൊണ്ട് നടക്കുന്നവരാണെന്നുള്ള ഒരു ആർജവം നമുക്ക്, കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. മാഷാ അല്ലാഹ്. അതാണ്. അപ്പോൾ ഈ ചന്ദ്രൻ നമ്മുടെ മുകളിലൂടെ, നമ്മുടെ വീട്ടുമുറ്റത്ത് കൂടെ നിരന്തരമെന്നോണം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു തവണയെങ്കിലും ഇന്നത്തേതിന് ശേഷം അമ്പിളി മാമനെ നോക്കി റബ്ബി വ റബ്ബുക്കല്ലാഹ് എന്ന് പറഞ്ഞ് അമ്പിളി മാമനുമായി ഒരേ വീട്ടുകാരാവുക. ആദ്യം ഒരേ വീട്ടുകാരാവുക. ഒരേ റബ്ബിൻ്റെ പരിലാളനയിൽ പരിചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 സൃഷ്ടികളാവുക. ആ അമ്പിളി മാമനുമായി നമുക്കൊരുപാട് ബന്ധമുണ്ട്, ഒരുപാട് ബന്ധം. ഇന്നിപ്പോൾ ആരോ ഒരാളൊരു തലവേദനയുടെ ഒരു അനുഭവം പറഞ്ഞു. ആ തലവേദനക്ക് വരെ ഇന്നത്തെ തീയതിയുമായി ബന്ധമുണ്ട്.
ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിക്കണം. അതൊക്കെ അറിയാൻ പറ്റിയ അനുഭവജ്ഞരായ ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. നമ്മൾ തേടി പിടിക്കണം ഇൻഷാ അല്ലാഹ്. വേലിയേറ്റം വേലിയിറക്കം അറിയാത്തവരാരാളുടെ ഇവിടെ കൈവയ്ക്കാൻ? അറിയാത്തവർ വേലിയേറ്റം വേലിയിറക്കുന്ന അറിയാത്തവരല്ല, കേൾക്കാത്തവർ. അറിയില്ലായിരിക്കാം ചിലപ്പോൾ, കേൾക്കാത്തവരല്ല, ഇല്ലല്ലോ. മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ചന്ദ്രനുള്ളൊരു ബന്ധമാണ്. അതെ, ഒരൊറ്റ സൃഷ്ടി ലോകത്ത്, ഈ ആലമു ഷഹാദയിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിന് കീഴിൽ പരസ്പരം അറിഞ്ഞും അനുഭവിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന പടപ്പുകൾ ആണ് നമ്മൾ. റബ്ബി വ റബ്ബുക്കല്ലാഹ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആനന്ദം കിട്ടണം. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിൽ വളരെ പ്രധാനമായി ഖുർആൻ എടുത്തു പറഞ്ഞതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, കാലത്തിന്റെ എണ്ണവും കണക്കുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. അതിന് നൂറ്, ചന്ദ്രന് ശംസിന് റിയാ, ചന്ദ്രന് മനാസിന് ഒക്കെ നിർണയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഖുർആൻ അത്രേ പറഞ്ഞുള്ളൂ അല്ലേ? ഖുർആൻ അത്രേ പറഞ്ഞുള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ നോക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ ജീവിതത്തിൽ തന്നെ പൗർണമിയെ സംബന്ധിച്ചും ഈ ചന്ദ്രന്റെ മൻസിലുകളെക്കുറിച്ചും ബുറൂജുകളെക്കുറിച്ചും ഒക്കെ ഉണർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ പ്രചോദിതനായി അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ ജ്ഞാനബോധ്യത്തിലേക്ക് ഒരു സമൂഹത്തെ വളർത്തിയെടുത്തിട്ടാണ് നമ്മളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുള്ളത്. അതെങ്ങനെ മനസ്സിലായതെന്നറിയോ? നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് യാത്രയെക്കുറിച്ചുള്ള ഹദീസുകൾ ആവും വിധം തപ്പിയെടുക്കുക. വളരെ ദീർഘമായ ഹദീസ് മുതൽ ചെറിയ ചെറിയ നുറുങ്ങുകൾ വരെയുണ്ട്. ദുൽഖഅദ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ ഒരുക്കങ്ങൾ, യാത്രയുടെ ഒരുക്കങ്ങൾ മദീനയിൽ നടത്തുന്നത്. ദുൽഖഅദ മാസത്തിൽ. ദുൽഹിജ്ജയിലാണ് മക്കയുടെ പരിധിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ഏകദേശം എത്ര അനുയായികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്? 1,00,000-ലധികം അല്ലെ അനുയായികളുണ്ട് ആ യാത്രയിൽ എന്നാണ് പറയപ്പെടുന്നത്. ഞാനൊരു കാര്യം ഉറപ്പു തരാം, ആ അനുയായികളിൽ ഒരാൾ പോലും നേതാവായ റസൂലുള്ളാഹിയോടോ നേതാവായ റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു അനുയായിയോടോ അവർ പുറപ്പെട്ട ദുൽഖഅദിൽ നിന്ന് ദുൽഹിജ്ജയിലേക്ക് ഏത് ദിവസത്തിലാണ് മാറിയത് എന്ന വിവരം പങ്കുവെക്കുന്നില്ല. പറഞ്ഞു മനസ്സിലായ? ദുൽഖഅദയിൽ മദീനയിൽ നിന്ന് ആരംഭിക്കുന്ന ആ യാത്ര, ദുൽഖഅദ അവസാനത്തിൽ ആരംഭിക്കുന്ന ആ യാത്ര ദുൽഹിജ്ജയിലാണ് മക്കയിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ 8 മിനയിലുണ്ട്, 9 അറഫയിലുണ്ട്, 10 നെഹ്റുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നാണ് ദുൽഖഅദ അവസാനിച്ച് ദുൽഹിജ്ജ 1 കടന്നത് എന്ന ഒരു വിവരം ആരെങ്കിലും റസൂലുള്ളാഹിയായ നേതാവിനോട് വന്ന് ചോദിച്ചതായോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതായോ ആരോടെങ്കിലും അന്വേഷിച്ച് വരാൻ പറഞ്ഞതായോ ഉള്ള ഒരു വിവരണം അതിലില്ല. മറിച്ച് മറ്റ് പല വിവരണങ്ങളുമുണ്ട്. വളരെ കോൺഫിഡൻഷ്യലായി മാറേണ്ടിയിരുന്ന മഹദി ആയിഷ റളിയല്ലാഹു അൻഹായുടെ മെൻസസ് വിശേഷങ്ങൾ വരെ ഈ വിവരണങ്ങളിലുണ്ട്. അതിസൂക്ഷ്മമായ ആ ഹജ്ജിന്റെ ഇടപെടലുകളൊക്കെയും ആ ഹദീസുകളിലുണ്ട്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്? ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് എന്ന റബ്ബിന്റെ ഇഷ്ടത്തെ, റബ്ബിന്റെ ആഗ്രഹത്തെ ദീർഘമായ മക്കാ ജീവിതത്തിലൂടെ കടന്നു വന്ന് മദീന ജീവിതത്തിന്റെ വളരെ എന്താ പറയുക അനുഗ്രഹീതമായ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസ്കിയ സംരംഭങ്ങളിലൂടെ, സംവിധാനങ്ങളിലൂടെ വളർന്നു വന്ന 1,00,000-ലധികം അനുയായികൾക്ക് അത് സ്വയം ബോധ്യമാകുന്ന നിലവാരത്തിലേക്ക് അവർ ഉയർന്നു എന്നതാണ്. ആ സമൂഹത്തെ നോക്കി യൗമുൻ നഹറിൽ നിന്ന് റസൂലുള്ളാഹ് ചോദിക്കുന്നു, ഇതേതാ ദിവസം, ഇതേതാ മാസം, ഇതേതാ നാട്? അത് ചോദിക്കുന്നതിന് മുമ്പാണ് ഗഫൂർ മൗലവി പറഞ്ഞ ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്ന് കാലത്തിന്റെ കോലം എങ്ങനെയായിരുന്നുവോ, കഹൈഅത്ത്, ഹൈഅത്ത് എന്ന് പറഞ്ഞാൽ കോലം, കാലത്തിന്റെ കോലം എങ്ങനെയായിരുന്നുവോ അത് അതേ കോലത്തിലേക്ക് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നേതാ ദിനം? നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ഈ ആഴ്ചയിൽ എത്ര ദിനം ബാക്കിയുണ്ടെന്ന്. അപ്പൊ തന്നെ നമ്മൾ 2ആയി അല്ലേ? അടുത്ത മാസം 4-ാം തീയതിയിലേക്ക് എത്ര ദിവസം ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്ക് നമ്മൾ 10ആയി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരേയുള്ളൂ, യൗമുൻ നഹർ. ഇത് വലിയ ദിനമല്ലേ? ഏതാണ് യൗമുൻ നഹർ? ദുൽഹിജ്ജ 10. ഈ വിധത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കയ്യേൽപ്പിച്ച ഈ മഹാവിസ്മയത്തിൻ്റെ പ്രാതിനിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പൊഴിഞ്ഞുപോയിരിക്കുന്നു. ഇത് തിരിച്ചു പിടിക്കണം, ഇത് തിരിച്ചു പിടിക്കണം. ഇതിൽ റബ്ബിൻ്റെ സുന്നത്തുണ്ട്, ഇതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ട്. ഇത് തിരിച്ചു പിടിക്കാൻ നിരന്തരമായ പരിശ്രമങ്ങൾ അനിവാര്യമാണ്, നിരന്തരമായ പരിശ്രമങ്ങൾ. ആ പരിശ്രമം ഇന്ന് മുതൽ ആരംഭിക്കുന്നതിലേക്കുള്ള ചില നുറുങ്ങ് വെട്ടങ്ങൾ മാത്രമാണ് ഈ സെഷനിൽ ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ചില സഹോദരങ്ങൾ ചിലതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് റബ്ബിൻ്റെ വിസ്മയകരമായ ഇതിൻ്റെ ദൃശ്യ രൂപങ്ങളൊക്കെ കഴിയും വിധം ഇതിൽ കൊടുത്തൂടെ എന്നൊക്കെ ആഗ്രഹമുണ്ട്. സാധ്യമാവുമെങ്കിലും നടക്കും ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും നമുക്കതൊക്കെ അവൈലബിൾ ആയ സംഗതികളായതുകൊണ്ട് തന്നെ അത് തരുന്നില്ല എന്നല്ല, മാക്സിമം സമയം നമുക്കിനി പോയി റബ്ബിൻ്റെ ഈ വിസ്മയത്തിൻ്റെ പിന്നാലെ പോകാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ചില പോയിന്റുകളാണ് ഇപ്പോൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാവാത്തത് ഹാൻഡ് റൈസ് ചെയ്ത് അപ്പം തന്നെ ചോദിക്കണം. ഈ വിഷയത്തിൽ അങ്ങനെയാണ്, അത് അപ്പം തന്നെ ചോദിച്ചാൽ ക്ലിയർ ആവുള്ളൂ ഇൻഷാ അല്ലാഹ്. മൂൺ ഒബ്സർവേഷൻ. ഇംഗ്ലീഷിൽ മാസത്തിന് എന്താ പറയാ? മന്ത് അല്ലേ? അതൊരു 4 വട്ടം പറഞ്ഞു നോക്കിയേ. മന്ത് മന്ത് മന്ത്. എന്നിട്ട് പിന്നെ 4 വട്ടം മൂൺത്ത് എന്ന് പറഞ്ഞു നോക്കിയേ. മൂൺത്ത് മൂൺത്ത് അല്ലേ? സ്കൂളിൽ പഠിക്കണ കുട്ടികളല്ലാത്ത രക്ഷിതാക്കളുണ്ടോ? അല്ലെ മക്കൾ സ്കൂളിൽ പഠിക്കണവർ ആരുമില്ലേ? എത്രയല്ല പഠിക്കണേ? 7 അല്ലേ? 7-ന് ഇംഗ്ലീഷിൽ 7. 7-ാം എന്നുള്ളതിന് എന്താ പറയുക? 7th അല്ലേ? അത്ത് പറയാൻ വേണ്ടിയിട്ടാണ് എടുത്ത്. 7th 7-ാം ക്ലാസ് അല്ലേ? മന്ത് എന്ന് പറഞ്ഞാൽ മൂൺത്ത് എന്നാണ് എന്നറിയുന്ന എത്ര ആളുണ്ട്? മന്ത് എന്ന മാസം എന്ന പേരിൽ അറിയുന്ന ഇംഗ്ലീഷ് പദം, അതിൻ്റെ ഉൽപ്പത്തി മൂൺ എന്ന ചന്ദ്രൻ എന്ന അർത്ഥം വരുന്ന ഈ പദത്തിൽ നിന്നാണ്. ചന്ദ്രൻ്റെ എന്നാണ് അർത്ഥം. ചന്ദ്രൻ്റെ എന്ത്? ചന്ദ്രൻ്റെ എന്ത്? മാസം. എന്നിട്ടും നമ്മൾ മാസം ഏതാന്ന് വെച്ചാൽ ഏത് പറയും? ജനുവരി എന്ന് പറയും, ഫെബ്രുവരി എന്ന് പറയും, മാർച്ച് എന്ന് പറയും അല്ലേ? വിച്ച് മന്ത് ഈസ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ചന്ദ്രൻ്റെ ഏത് മാസമാണ് ഇത് എന്നാണ്. വിച്ച് മന്ത് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ചന്ദ്രൻ്റെ ഏത് മാസമാണെന്നാണ്. കാരണം ഈ ഒരു വാക്ക് പോലും മാസം എന്നതിന് കണ്ടെത്താനായിട്ടില്ല എപ്പോഴും മനുഷ്യർക്ക്. അള്ളാഹു അതിനെ അങ്ങനെയായിട്ട് സംവിധാനിപ്പിച്ചിരിക്കുക. മനുഷ്യനെ കൊണ്ട് അതിന് ചങ്ങല എങ്ങനെ പൊട്ടിക്കാൻ നോക്കിയാലും പറ്റാത്ത വിധം എവിടെ പോയാലും കുടുങ്ങും, എവിടെ പോയാലും കുടുങ്ങും. ആ രീതിയിലാണ് ഈ വാക്കുകളൊക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ
നമ്മുടെ ഈ ചന്ദ്രനെ നിരീക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രാഥമികമായ ചില വിവരങ്ങൾ, ഇതൊരു ഇൻഫർമേഷൻ പാസിംഗ് സെഷൻ ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞത്. കാരണം ഏൽക്കാനുള്ളൊരു താക്കത്ത് വേണ്ടേ. താക്കത്തുള്ളവരൊക്കെ നല്ല ഉണർന്നിരിക്കണം കേട്ടാ. ഞാൻ ഓരോന്നിങ്ങനെ പറയാം. ഇത് മനസ്സിലാവുന്നുണ്ടാ? ക്ലാരിറ്റി കുറവില്ലല്ലോ. ഞാൻ വായിക്കാം എന്തായാലും. പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലാണ്. നമ്മളിപ്പോൾ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഇനി മുതൽ ചന്ദ്രനെ നോക്കി ചെയ്യേണ്ട ചില എക്സസൈസുകൾക്ക് ആവശ്യമായി വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആകാശഗോളങ്ങൾ സകലതും സൂര്യനും ചന്ദ്രനുമടക്കം കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായാണ് ഭൂമിയിലെ നിരീക്ഷകന് അനുഭവപ്പെടുക. ഭൂമിയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള സ്വയംഭ്രമണമാണ് ഇത്തരമൊരു പ്രതിഭാസത്തിന് കാരണമാകുന്നത്. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് തലക്ക് മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളും ഗോളങ്ങളുമൊക്കെയായിട്ടുള്ള, നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഒക്കെയായിട്ടുള്ള ഏതൊരു വസ്തുവും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചക്രവാളത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഉദിച്ച് പടിഞ്ഞാറേ അറ്റത്ത് അവസാനിക്കുന്നതായാണ് അനുഭവപ്പെടുക. അതിൻ്റെ കാരണം ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അങ്ങോട്ട് കറങ്ങുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതിൽ മനസ്സിലാകായില്ലല്ലോ. ഉദയം അസ്തമയം, മശ്രിഖ് മഗ്രിബ് എന്നൊക്കെ പറയുന്ന, ഡോൺ സെറ്റ്, റൈസ് സെറ്റ് എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഭാഷകളിലുള്ള ഈ പ്രതിഭാസം, അതാണ് ഒന്നാമത് പറഞ്ഞത്. അപ്പം അത് ഏതിനും ബാധകമാണ്? ചന്ദ്രനും ബാധകമാണ്. ചന്ദ്രൻ എവിടെ ഉദിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? ചന്ദ്രൻ എവിടെ ഉദിക്കുന്നു? അത് നിങ്ങൾ ആ സിനിമയിലത്തെ ഡയലോഗാണ്. അതൊരു വല്ലാത്ത ഡയലോഗാണ് അല്ലേ? അതോടൊപ്പം തന്നെ കിഴക്ക് എന്ന് നമ്മൾ അതിന്, ചന്ദ്രന് എവിടെ ഉദിച്ചാലും കിഴക്ക് എന്ന് നമ്മൾ ഇതിന് പേരിട്ട് കഴിഞ്ഞു. ഇനി ചന്ദ്രൻ എവിടെ ഉദിക്കുള്ളൂ? കിഴക്കെ ഉദിക്കുന്നതായി മനുഷ്യന് ഭൂമിയിൽ നിന്ന് അനുഭവിക്കാനാകും. മാസത്തിന്റെ ആദ്യത്തിൽ എവിടെ ഉദിക്കുക? സാധാരണ മാസത്തിന്റെ ആദ്യത്തിൽ മാത്രം ചന്ദ്രൻ എവിടെ ഉദിക്കുക? എവിടെ? പടിഞ്ഞാറ് അല്ലേ? അതെന്താ ഒരു ദിവസം മാത്രം പടിഞ്ഞാറ് ഉദിച്ചിട്ട്? അപ്പം നമ്മുടെ കൊടുക്കണ്ടേ നമ്മള്? ആകാശഗോളങ്ങൾ സകലതും സൂര്യനും ചന്ദ്രനും അടക്കം കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായാണ് ഭൂമിയിലെ നിരീക്ഷകന് അനുഭവപ്പെടുക. അതിൻ്റെ കാരണം ഭൂമിയുടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള സ്വയംഭ്രമണമാണ് ഇത്തരമൊരു പ്രതിഭാസത്തിന് കാരണം. അപ്പോൾ മാസത്തിന്റെ ആരംഭത്തിൽ ഭൂമി തിരിച്ചു കറങ്ങുമോ? മാസത്തിന്റെ ആദ്യത്തെ ദിവസം ചന്ദ്രൻ പടിഞ്ഞാറ് ഉദിക്കണമെങ്കിൽ, പടിഞ്ഞാറ് ഉദിക്കുന്നതായി തോന്നണമെങ്കിൽ മിനിമം എന്ത് സംഭവിക്കണം? ഭൂമി തിരിച്ചു കറങ്ങും. നടക്കുന്നുണ്ടോ? അങ്ങനെ കറങ്ങിയാൽ ചന്ദ്രൻ മാത്രം പടിഞ്ഞാറ് ഉദിച്ചാൽ പോരല്ലേ? അപ്പം എന്തോ പ്രശ്നമുണ്ട്. ഒന്നിൽ ചന്ദ്രന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ട്. എന്താണെങ്കിലും പ്രശ്നം തീർക്കണം. അങ്ങനെ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ മാത്രമായി ചന്ദ്രൻ്റെ ഉദയസ്ഥാനം മാറുന്നില്ല. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന, വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വീഡിയോസ് ഉണ്ട്. ലോകത്ത് അടക്കി വാഴുന്ന 101 അന്ധവിശ്വാസങ്ങൾ. ആ 101 എന്നുള്ളത് കുറേ കൂടെ പല എണ്ണം ഉണ്ടായില്ല. 60, 65, 70 ഓരോ വീഡിയോക്കും ഓരോന്നാണ്. എല്ലാത്തിലും ഒന്നാമത്തെ അന്ധവിശ്വാസം എന്താണ്? ഒന്നാമത്തെ അന്ധവിശ്വാസമായി പറയുന്നത് ചന്ദ്രൻ പടിഞ്ഞാറുദിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ അന്ധവിശ്വാസം. ഇതാരാ വിശ്വസിക്കണേ, എവിടെ വിശ്വസിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുന്ന ഒരാൾ ഇത് അന്വേഷിച്ച് പോയാൽ
ഇത് ആരുടെ വിശ്വാസമായിട്ടാണ് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? മുസ്ലിങ്ങളുടെ അല്ലേ? മുസ്ലിങ്ങൾ ചന്ദ്രൻ പടിഞ്ഞാറ് ഉദിക്കുന്നതായി വിശ്വസിക്കുന്നു. ലോകത്തെ നമ്പർ 1 അന്ധവിശ്വാസമായി പ്രചരിപ്പിക്കപ്പെടുന്നു. ഇന്നേ വരെ മുസ്ലിം പക്ഷത്തു നിന്ന് അതിനെതിരെ ഒരു മറുപടി വീഡിയോ ഇറങ്ങിയിട്ടില്ല. എന്താ കാരണം? നമുക്ക് എല്ലാ മാസവും ഉദിക്കേണ്ടിയുണ്ട് പടിഞ്ഞാറുന്ന്. അതെന്തോ ആവട്ടെ, യാഥാർത്ഥ്യങ്ങളുടെ കൂടെ നമ്മൾ സഞ്ചരിച്ച് ബോധ്യപ്പെടുക എന്നതിനാണ് ഇപ്പം നമ്മൾ ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും സംഗതികൾക്ക് വിധേയമായിട്ടല്ല നമ്മൾ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കേണ്ടത്, സഞ്ചരിക്കുക അതിൻ്റെ കൂടെ. ഇപ്പൊ ഇന്ന് ഏതാ തീയതി? ഇന്ന് ഷാബാന് കണക്കനുസരിച്ച് വ്യാഴം ടു വ്യാഴം 8, വ്യാഴം 15, വെള്ളി 16, ശനി ഇന്ന് 17. ഇന്ന് 17. ഇന്ന് നിങ്ങൾ വൈകുന്നേരം നോക്കണ്ട, മഗ്‌രിബിനെ കാണില്ല. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് മേലോട്ടൊന്ന് നോക്കുക. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ മുതൽ നിങ്ങൾ ഈ മാസം അവസാനിക്കുന്നത് വരെ വൈകുന്നേരം നോക്കണ്ട. സുബ്ഹ്ക്ക് എഴുന്നേറ്റാൽ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ ഉടനെ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി ചന്ദ്രനെ തപ്പിപ്പിടിക്കുക. ആ തപ്പിപ്പിടിച്ച ചന്ദ്രനെ ഈ മാസം മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യുക? നിരീക്ഷിക്കണം. ഒരേ സമയത്ത് ഇങ്ങനെ നിരീക്ഷിക്കണം. അതിന് രാവിലെ ഒരു സമയം കണ്ടെത്തണം. എന്നിട്ട് ഈ സത്യം ബോധ്യമാവണം നിങ്ങൾക്ക്. ഏത്? ഇത് ഉദിക്കുന്നത് കിഴക്ക് നിന്നാണ്, ഇത് പിന്നെ പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കണ്ട് ബോധ്യമാവണം. അതിനെന്ത് വേണം? ഇപ്പോൾ നാളെ രാവിലെ നോക്കുമല്ലോ, നോക്കിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ നോക്കുക. സൂര്യൻ വല്ലാതെ പൊന്തി വരുമ്പോഴേക്ക് അതിനെ കാണാം. അപ്പോൾ ഇതിങ്ങനെ പടിഞ്ഞാറോട്ട് പോകുന്നത് കാണാം. അപ്പോൾ പടിഞ്ഞാറോട്ട് അത് അസ്തമിക്കുന്നതിനായി യാത്ര ചെയ്യുന്നുണ്ട് എന്നത് നമ്മെ എന്ത് ബോധ്യപ്പെടുത്തും? ഇത് കിഴക്ക് ഉദിച്ചു വരുന്നതാണ് എന്നത് ബോധ്യപ്പെടുത്തും. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഒരു വാചകം കണ്ടുകൊണ്ട് അത് അംഗീകരിച്ച് പോവാൻ വേണ്ടിയിട്ടല്ല ഈ സെഷൻ. ഇതിനെ നിങ്ങൾ എക്സസൈസ് ചെയ്യാനുള്ളതാണ്. ഇതിനെ നിങ്ങൾ വീട്ടിൽ പോയി എക്സർസൈസ് ചെയ്യാനുള്ളതാണ്. ഒരു ചന്ദ്രമാസത്തിൽ 28 അല്ലെങ്കിൽ 29 ദൃശ്യമാകുന്ന ചന്ദ്രക്കലകളാണ് ഉള്ളത്. ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് വർത്തമാനം മുഴുവൻ കേട്ടോ. നമ്മൾ ചില പ്രാഥമിക വിവരങ്ങൾ പറഞ്ഞു പോകാൻ. ഇപ്പോൾ ഒരാൾ ഒരു മാസം മുഴുവൻ അന്തരീക്ഷത്തിന് പ്രശ്നമൊന്നുമില്ല, ദൃശ്യത കാലാവസ്ഥയുൾപ്പെടെയുള്ള പല ഘടകങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരിക്കലും 29 അല്ലെങ്കിൽ 30 ദിവസങ്ങളായിരിക്കും ഒരു മാസത്തിൽ ഉണ്ടാവുക. അത് റസൂലുള്ള സ്ഥാപിച്ചിട്ടുള്ളതല്ലേ, പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. മാസമെന്നാൽ 29 അല്ലെങ്കിൽ 30 ദിവസങ്ങളാണ് ഉള്ളത്. എന്നാൽ ദൃശ്യമാകുന്ന ചന്ദ്രക്കല, അന്തരീക്ഷത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു മാസം മുഴുവൻ ഒരാൾ നിരീക്ഷിക്കാൻ നോക്കിയാൽ അയാൾക്ക് മിനിമം എത്ര കിട്ടും? 28 എണ്ണം കിട്ടും. മാക്സിമം എത്ര എണ്ണം കിട്ടും? 29 എണ്ണം കിട്ടും. ഓക്കെ. ഓരോ കലയും ദിനം പ്രതി വ്യത്യസ്തമായ വലുപ്പത്തിലും സ്ഥാനത്തുമാണ് ഉണ്ടായിരിക്കുക. ഓരോ കലയും ദിനം പ്രതി വ്യത്യസ്ത വലുപ്പത്തിലും വ്യത്യസ്ത സ്ഥാനത്തുമാണ് ഉണ്ടായിരിക്കുക. ഇത് നിരീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാളെ മുതൽ നിരീക്ഷിക്കുന്നവർ, ഈ ഷാബാനിൽ നിരീക്ഷണം ആരംഭിക്കുന്നവർ ഇനി വൈകുന്നേരം ഒരു പോയിൻ്റായിട്ട് എടുക്കണ്ട. രാവിലെ പ്രഭാതം ഒരു 6:30 മണിയോ 6:45 എടുത്താൽ മതി. ഒരു ആവറേജ് ഒരു 6:45 എടുക്കുക. എല്ലാ ദിവസവും 6:45 നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കാര്യം ബോധ്യമാവും. നാളെ കാണുന്ന, ഇപ്പം മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കാമല്ലോ, ഇതിലൊക്കെ ഫോട്ടോ എടുത്ത് നിരീക്ഷിക്കാം. നാളെ കാണുന്ന കലയുടെ വലുപ്പം, അതാണ് ഹിലാൽ. ആ വലുപ്പം മറ്റന്നാൾ കാണുന്ന കല
മറ്റൊരു വലിപ്പത്തിലായിരിക്കും. ഏറുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ നോക്കിക്കോളി. നമ്മളെ ഇതിൽ വരുന്നുണ്ട്, എന്നാലും നിങ്ങൾ നിരീക്ഷിക്കും. നാളെ 6:45 നോക്കുമ്പോൾ കണ്ട സ്ഥാനത്തല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യല്, വീട്ടിൽ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, തെങ്ങ് മരം. അപ്പൊ അതിനൊക്കെ ഒപ്പിച്ചിട്ടൊരു സ്ഥാനം തീരുമാനിക്കും. അന്ന് ഇതിന്റെ നേരെയാണ് കണ്ടത്, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ഈ തൂണിന്റെ അപ്പുറത്താണ് ആ കുട്ടി നിൽക്കുന്നത് എന്ന് പറയുമല്ലോ. നാളെ കുട്ടി കുറച്ച് ചണ്ട് മാറിയാലോ അവിടുന്ന് ഇപ്പോഴും ആ ജനലിന്റെ അടുത്തേക്കായി. ഇങ്ങനെ നമ്മൾ ഓരോ വസ്തുക്കളെ നോക്കിയിട്ട് നിരീക്ഷണത്തിന് ഹെൽപ്പായിട്ട് സ്വീകരിക്കും. മറ്റന്നാള് അതേ 6:45 നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ വലിപ്പം മാത്രമല്ല, അത് നിൽക്കുന്ന സ്ഥാനവും മാറിയിട്ടുണ്ടാകും. ഈ വലുപ്പത്തിൽ വന്ന മാറ്റം ഹിലാൽ എന്ന അവസ്ഥയിൽ വന്ന മാറ്റവും, സ്ഥാനത്തിൽ വന്ന മാറ്റം മൻസിൽ എന്ന അവസ്ഥയിൽ വന്ന മാറ്റവുമാണ്. രണ്ടും റിലേറ്റഡ് ആണ്. അത് ക്ലിയർ ആയ? ചന്ദ്രന് നേരത്തെ പറഞ്ഞല്ലോ ഫേസസ് എന്ന് പറഞ്ഞാൽ ഹിലാൽ, അതിനെ കാണുന്ന കോലം, അതിൻ്റെ കാണുന്ന രൂപം. ഇവിടെ കണ്ടാലും അവിടെ കണ്ടാലും ഒക്കെ കാണുന്ന ഒരു രൂപം ഉണ്ടല്ലോ, കലരൂപത്തിൽ. അല്ലെങ്കിൽ അത് വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട്, നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പം അത് ഹിലാല്, അത് നിന്ന സ്ഥാനം മൻസിൽ. അപ്പം സ്ഥാനത്തിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് മൻസിലിൽ വരുന്ന മാറ്റം. കോലത്തിൽ വരുന്ന മാറ്റം എന്നത് ഹിലാലിൽ വരുന്ന മാറ്റം. ചന്ദ്രക്കലകളെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് വിളിക്കും, അഥവാ വളരുന്നത്, ക്ഷയിക്കുന്നത്. ഇംഗ്ലീഷിൽ വളരുന്നതിന് വാക്സിങ് എന്നും, വാക്സിങ് ക്രസൻറ്റ്, വാനിങ് ക്രസൻറ്റ്, ക്ഷയിക്കുന്നതിന് എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളോ, ഒരു നേർത്ത കലയായിട്ട് ഇങ്ങനെ വരും, പിന്നെ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ? വളർന്ന് പൂർണ്ണമാവും. അത് വാക്സിങ്, വളരുന്ന, വൃദ്ധി സംഭവിക്കുന്ന കലകൾ. പിന്നെ പൂർണ്ണചന്ദ്രനായി കഴിഞ്ഞാൽ, ഇപ്പോൾ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുമ്പോൾ മറ്റേ ഹക്ക് റിയാലിറ്റി ഉള്ളിലില്ലേ? നമ്മൾ പൂർണ്ണചന്ദ്രനായി കാണുമ്പോഴും ചന്ദ്രൻ്റെ മറുഭാഗം കറുത്തിട്ടാണ്, അല്ലേ? ചന്ദ്രൻ്റെ മറുഭാഗം കറുത്തിട്ടാണ്. ഓക്കെ. ഈ പൂർണ്ണചന്ദ്രനായി കഴിഞ്ഞാൽ പിന്നെ പ്രകാശം കുറഞ്ഞ് പ്രകാശമുള്ള ഭാഗം കുറഞ്ഞു വരുന്നത് കാണാം, ക്ഷയിക്കുന്നത് കാണാം. അതിന് വാനിങ് ക്രസൻറ്റ് എന്ന് പറയും. ചന്ദ്രമാസത്തിൻ്റെ മധ്യം വരെ വളരുന്ന ചന്ദ്രക്കലകളും. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി വരും, ഇത് ആവർത്തിച്ച് തന്നെ വരികയാണ്. ചന്ദ്രമാസത്തിൻ്റെ മധ്യം വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 14-15 വരെ വളരുന്ന ചന്ദ്രക്കലകളും ശേഷം ക്ഷയിക്കുന്ന ചന്ദ്രക്കലകളുമായിരിക്കും ദൃശ്യമാവുക. മനസ്സിലായില്ലേ? മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മളിപ്പം 9 ചന്ദ്രനെ കണ്ടു. 10 അതിനേക്കാൾ ചെറിയ വലിപ്പത്തിൽ ചന്ദ്രനെ കാണണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം അത് വളരും. 21 ഒരു കല കാണും. 22 അതേ വലിപ്പത്തിൽ തന്നെ കാണണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ക്ഷയിക്കും. അത് അതിന് വെച്ചിട്ടുള്ള തക്ദീറാണ്. മാസത്തിൻ്റെ മധ്യം വരെ ചന്ദ്രക്കലകൾ വളർന്നുകൊണ്ടിരിക്കും. പകുതി കഴിഞ്ഞാൽ ചന്ദ്രക്കലകൾ ശോഷിച്ചു കൊണ്ടിരിക്കും. ചന്ദ്രമാസത്തിൽ 29 അല്ലെങ്കിൽ 30 ദിവസങ്ങൾ മാത്രമായിരിക്കും. അത് നോട്ട് ചെയ്യേണ്ടതാണ്, നമ്മുടെ മൈൻഡിൽ വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും 28 അവസാനിക്കുകയോ 31 കടക്കുകയോ ചെയ്യില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ നിരീക്ഷിച്ച് മാസം 31 32 എന്ന് പറഞ്ഞിട്ടൊന്നും പോണ്ട. 29 താഴെ 28 അവസാനിക്കില്ല. 30 വിട്ട് അടുത്ത തീയതിയിലേക്ക് പോവുകയില്ല, 31 പോവുകയും ഇല്ല. അത് അസംഭവ്യമാണ്. മേലത്തെ വരി കാണുന്നുണ്ട? ഒരു വിരൽ അകലം 2 ഡിഗ്രി. ഇതിൽ 2 കൈയാണ്. ഒരു കൈയിൻ്റെ 4 വിരലും മറ്റേ കൈയിൻ്റെ 2 വിരലും ആണ് അങ്ങനെ പിടിച്ചുള്ളത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ
കൈ ഷബാബ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ ഇങ്ങനെ തന്നെ ഒന്ന് നോക്കുക. അത് ചിലപ്പോൾ കുട്ടികളാണ് കൺഫ്യൂഷൻ. ആ കൈ മുട്ടുകൈ നീർത്തി പിടിക്കുക. മുട്ടുകൈ നീർത്തി പിടിക്കുക. എന്നിട്ട് ഞാനിവിടെ കൈ വെക്കും. എൻ്റെ ഈ കൈ ഇരിക്കുന്ന ഭാഗം നിങ്ങളുടെ ഏറ്റവും താഴത്തെ വിരലിൻ്റെ അടിയിലൂടെ കാണണം. ഈ ഭാഗം പറയാം. പരമാവധി കൈ നീട്ടിയേ പിടിക്കണം, മുട്ട് വളയാതെ. ഇവിടെ പിടിക്കുക. ഇത് സൂര്യൻ്റെ തലമ്മലാണ് ഞാൻ കൈ വെച്ചിട്ടുള്ളത്. കാണുന്നുണ്ട് എല്ലാവരും? എല്ലാവരും വിരലിൻ്റെ താഴത്തു കൂടെ കാണുന്നുണ്ട് അല്ലേ? ഇനി എല്ലാവരും വിരലിൻ്റെ മുകളിലൂടെ എന്താണ് കാണുന്നത്? ആ പൊസിഷനിൽ തന്നെ നിന്നിട്ട് സ്ക്രീനിൻ്റെ മുകൾ ഭാഗമാണോ? അതിൻ്റെ മേലെയാണ് കാണുന്നത് അല്ലേ? ഞാൻ ഒരു അനുഭവം പറഞ്ഞുതരാം. ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ പരമാവധി മുകളിലാവും കാണുന്നുണ്ടാവുക. ബാക്കിലേക്ക് പോകുന്തോറും കാണുന്നത് താഴ്ത്തോക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ടാവും. പിന്നെയുള്ളവർ ചിലപ്പോൾ സ്ക്രീനിൻ്റെ അറ്റം തന്നെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തന്നെ അല്ലേ? അത് ഈ അകലം അങ്ങനെയാണ് ഫീൽ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കൈ പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്, വേറൊന്നും ഇതിൽ പഠിപ്പിച്ചിട്ടില്ല. ഈ കൈ പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അതേ കൈ തന്നെ ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് പിടിച്ചു നോക്കിയാൽ. ഇപ്പം ഞാനൊരു സ്ഥലം കാണിച്ചു തന്നിട്ടാണല്ലോ. ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ട് പിടിക്കുക. ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ഈ നോട്ടമില്ലേ, നമ്മുടെ ഈ നോട്ടം നമ്മളിങ്ങനെ നിസ്കാരത്തിൽ കിബിലക്ക് തിരിഞ്ഞ് നിൽക്കൂലേ? നമസ്കാരത്തിൽ കിബിലക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സ്ട്രൈറ്റ് സൈറ്റ് ഉണ്ട്. അത് ചക്രവാളമാണ്. ചക്രവാളം. ആ കാഴ്ചയെ അടിയിലാക്കിയിട്ട് പിടിക്കുക കൈ. ഈ സ്ട്രൈറ്റ് കാഴ്ചയെ അടിയിലാക്കിയിട്ട് കൈ പിടിക്കുക. ഇത് കടപ്പുറത്താണെങ്കിൽ തല ഇങ്ങനെ പൊക്കണ്ട. അതാണ് ഞാൻ കിബിലക്ക് സ്ട്രൈറ്റ്. ഇവിടെ ഞാൻ കാണിച്ചത് വെറുതെ നിങ്ങളുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. തല പൊക്കണ്ട. തല പൊക്കാതെ നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്നതാണ് ചക്രവാളം. ഒറ്റ കൈ പിടിച്ചാൽ മതി. ഒറ്റ കൈ, 4 വിരലേറ്റ് ഒറ്റ കൈ പിടിച്ചാൽ മതി. ആ പിടുത്തത്തിൽ ഏറ്റവും ചുള്ളി വിരലിൻ്റെ താഴെ നമ്മുടെ കണ്ണിൻ്റെ നേർ സൈറ്റാണ് കിട്ടേണ്ടത്. നേർ സൈറ്റിൽ എന്താണോ നമ്മൾ കാണുന്നത് അതിൻ്റെ മുകളിലേക്കാണ് കാണിക്കേണ്ടത്. നമ്മൾ എവിടെ നിന്നാലും നമ്മുടെ ഈ സ്ട്രൈറ്റ് സൈറ്റായിരിക്കും ചക്രവാളം. ചക്രവാളം എന്ന് പറഞ്ഞിട്ടൊരു അതിൽ കൈ അഴിച്ചു പോലെ. കടപ്പുറത്താണെങ്കിൽ ഇങ്ങനെ ആകാശം വന്നിട്ട് അങ്ങനെ മുട്ടൂലേ കടലുമേ? അതാണ് ചക്രവാളം. ആ ചക്രവാളത്തിൻ്റെ വ്യൂ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് നോക്കിയാൽ മതി, നേരെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പിടുത്തം 4 വിരലും ഇത് കറക്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ 2 വിരൽ കൊണ്ടുപോയി വെക്കുക. അതിൻ്റെ മുകളിൽ 2 വിരൽ കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ ഈ പിടുത്തം തന്നെ ഒരു മെക്സവനായിട്ടാണ് എടുത്താൽ മതി. ഒരു മെക്സവൻ, ഒരു അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഒരു എക്സസൈസ് ആയിട്ട് എന്നുള്ളതിന് ബദൽ പറഞ്ഞു നോക്കിയാൽ ഞാൻ. അപ്പോൾ ഭാഷയിൽ അത് സ്ഥിരപ്പെട്ടു പോകും. ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഭാഷ. അപ്പോൾ ഇതൊരു എക്സസൈസ് ആയിട്ടാണ് എടുത്താൽ ഇതൊരു പ്രധാന സംഗതിയാണിത്, ഈ അളവ് എടുക്കൽ. ഈ അളവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു വിരൽ എന്ന് പറയുന്നത് ചക്രവാളത്തിൻ്റെ 2 ഡിഗ്രിയോളം നമ്മുടെ കാഴ്ച മറക്കും. ചക്രവാളത്തിൻ്റെ 2 ഡിഗ്രി കാഴ്ച മറക്കും ഒരു വിരൽ. അപ്പം 2 വിരൽ എത്ര മറക്കും? എത്ര ഡിഗ്രി മറക്കും? 4 ഡിഗ്രി. 6 വിരൽ വെച്ചാൽ 12 ഡിഗ്രി ചക്രവാളത്തിൽ നിന്ന് മറയും അല്ലേ? അപ്പോൾ നമ്മൾ 6 വിരൽ ഇങ്ങനെ വെച്ചാൽ കണ്ണിൻ്റെ താഴത്തുകൂടെ കാണുന്ന ഒരു വസ്തുവും കണ്ണിൻ്റെ മുകളിലുള്ള വസ്തുവും തമ്മിലുള്ള അകലം എത്രയാണ്? 12 ഡിഗ്രി കോണകലം ആണ്. ക്ലിയർ അല്ലേ? ഇതിനിപ്പോൾ എത്രാം ക്ലാസ് വരെ പഠിക്കണം? ഇത് അളന്നു നോക്കാൻ എത്രാം ക്ലാസ് വരെ പഠിക്കണം? ഒരു ക്ലാസ്സും വേണ്ട അല്ലേ? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മനസ്സിലാവും. എത്രയോ കാലം മുമ്പ്
ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരുന്നു. കാലം കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും അറിയാത്തവർ കൂടുതലായിപ്പോയി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാലം കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ അറിയാത്തവർ കൂടുതലായിപ്പോയി. ഇനി കുറേ കാലം നമ്മളൊക്കെ ജീവിച്ച് പോകുമ്പോൾ ഇതറിയുന്നവർ കൂടുതലാവണം. മാസത്തിലെ ആദ്യ നാളുകളിൽ തന്നെ ആ മാസം എത്ര ദിവസമായിരിക്കും എന്ന് അറിയാം. നമ്മളിന്നൊരു ചോദ്യം കണ്ടല്ലോ അല്ലേ? അടുത്ത മാസം 4-ാം തീയതി ആകാൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? ആ കണക്ക് കൂട്ടണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ മാസത്തിൽ ഇനി എത്ര ദിവസം ഉണ്ട് എന്ന് അറിയണം. പ്ലസ് 4 കൂടി കൂട്ടിയാൽ ആ ഉത്തരം കിട്ടും അല്ലേ? അതിന് ഈ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നറിയാൻ 5, 6, 7 എന്നീ ദിവസങ്ങളിലെ നിരീക്ഷണത്തിലൂടെ തന്നെ കഴിയും. അപ്പം എങ്ങനെ കഴിയാന്ന് ഇപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അത് എങ്ങനെ കഴിയാന്ന് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ബോധ്യാവുക? ഇന്ന് ചോറിന് കിട്ടിയ അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്നാൽ എൻ്റെ അടുത്തിരിക്കുന്ന മൂപ്പർക്ക് തൊട്ടാമക്കാനേ പറ്റണുള്ളൂ. ഇതിപ്പോൾ എങ്ങനെ ഞാൻ മൂപ്പരെ ബോധ്യപ്പെടുത്തുക? ഞാനിത് ഈ കോലി തിന്നണ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് ഇപ്പം എങ്ങനെ മൂപ്പരെ ബോധ്യപ്പെടുത്തുക? അത് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അത് അനുഭവമാണ്. ഫീൽ ചെയ്യണം നിങ്ങളിത്. ഇത് നിങ്ങൾ അനുഭവിക്കണം. 5, 6, 7 തീയതികളിലെ ചന്ദ്ര നിരീക്ഷണത്തിലൂടെ ആ നിലനിൽക്കുന്ന മാസം അവസാനം 29-ൽ അവസാനിക്കോ 30-ൽ അവസാനിക്കോ എന്നറിയാൻ കഴിയുന്ന ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവരും അങ്ങനെ കഴിയുന്നവരാവണം. സാമാന്യമായി പറഞ്ഞാൽ ചന്ദ്രൻ പ്രതിദിനം 6 വിരൽ കനം ഉയരുന്നു. അതൊക്കെ പറഞ്ഞുതരാൻ പറ്റൂല എന്നാണ് ഞാൻ അച്ചാറിൻ്റെ ഉദാഹരണത്തിൽ പറഞ്ഞത്. നമ്മൾ ഒരുമിച്ചല്ലായിരുന്നു. ഞാൻ അച്ചാറിങ്ങനെ നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ ഇപ്പം നിങ്ങളെ ബോധ്യപ്പെടുത്തൊക്കെ പറ്റില്ല. നിങ്ങൾ കൂട്ടി നോക്കിയും പുളിയാണോ? 5, 6, 7 നിങ്ങൾ നിരീക്ഷിക്കുക. ഈ ഷാബാനിൽ ഇനി പറ്റില്ല. ഇനി റമദാനുണ്ട്, ഷവ്വാലുണ്ട്, ദുൽഖഅദുണ്ട്, ദുൽഹജ്ജുണ്ട്, പിന്നെ അടുത്ത കൊല്ലമുണ്ട്, ഒക്കെ ഉണ്ട്. ബോധ്യമാകുന്നവരെ നിരീക്ഷിക്കുക 5, 6, 7. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള സംശയം ഞാൻ തന്നെ തുറന്നു പറയാ. 5, 6, 7 ശരിയായിട്ട് വേണ്ട ആദ്യം. അല്ല ഇപ്പം ചിന്തിക്കണേ. ആ ബുധനാഴ്ചയാണ് മാസം തുടങ്ങിയെങ്കിൽ ബുധനാഴ്ച തന്നെ കറക്റ്റ് ചന്ദ്രൻ തലയുടെ തൊട്ടടുത്ത ബുധനാഴ്ച അല്ലേ? തൊട്ടടുത്ത ബുധനാഴ്ച ചന്ദ്രൻ നേരെ മേലെ ഉണ്ടാവും 7-ന് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. അങ്ങനെ പറയാൻ പറ്റണോ ഇനി നമുക്ക് ഓരോരുത്തർക്ക്? മനസ്സിലായില്ലേ? 5, 6, 7 എന്നീ ദിവസങ്ങളുടെ നിരീക്ഷണത്തിലൂടെ നിലനിൽക്കുന്ന മാസം എത്ര ദിവസമുണ്ട് എന്ന് പറയാൻ കഴിയും എന്നേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് എന്നറിയേണ്ടത് നിങ്ങളാണ്. മൗലവി പറഞ്ഞ പോലെ ഇവിടുന്ന് കേട്ട് പോയിട്ട് നാളെ 4 ആൾക്കാരോട് പറയരുത് പിന്നെ ഈ മാസം എത്രയെന്ന് 5, 6, 7 തന്നെ അറിയട്ടാ. ആരെ പറഞ്ഞു? അതവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള വിവരമല്ലത്. അങ്ങനെ നിങ്ങൾ ആരും ഇത് പ്രചരിപ്പിച്ചിട്ട് ചന്ദ്രൻക്ക് കൃത്യമായിട്ട് 7-ന് വരേണ്ട മുട്ടൊന്നുമില്ല. അത് നമ്മൾ പ്രചരിപ്പിച്ചാലും പ്രചരിപ്പിച്ചില്ലെങ്കിലും 5-നും 6-നും 7-നൊക്കെ വന്ന് പോയിക്കോളും. വിഷയം നമുക്ക് ബോധ്യാവലാണ്. അതിനുള്ള വിവരമായിട്ടാണ് ഇത് എടുക്കേണ്ടത്. അപ്പം അതിൽ പറഞ്ഞില്ലേ, സാമാന്യമായി പറഞ്ഞാൽ ചന്ദ്രൻ പ്രതിദിനം 6 വിരൽക്കനം. ഇത് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. 12 ഡിഗ്രി 6 വിരൽക്കനം എന്ന് പറഞ്ഞാൽ 12 ഡിഗ്രി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാളെ രാവിലെ 6:45 സുബഹ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വല്ലാതെ ജലദോഷമുള്ള ഒരു മഞ്ഞുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങലുണ്ടോ കാലത്ത്? മഞ്ഞുണ്ട്.
അപ്പോൾ ഒക്കെ നോക്കി കണ്ടു ചെയ്താൽ മതി. എന്നിട്ട് നാളെ കാണുന്ന ആ തെങ്ങിൻ്റെ പട്ട ഉണ്ടാവും, ഒരു തെങ്ങിൻ്റെ പട്ടയുടെ സൈഡിലാവും കാണുക, അല്ലെങ്കിൽ ഒരു മുരിങ്ങാമരത്തിൻ്റെ, ഇതൊക്കെ ഉണ്ടോ വീട്ടിൽ? ആകെ വെട്ടി ഒളിപ്പിച്ച ഒക്കെ വെട്ടി ഒളിപ്പിച്ച് ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഇങ്ങനെ ഒരു അടയാളാക്കി വെച്ചിട്ട് അവിടെ ഇങ്ങനെ ചന്ദ്രനെ കാണുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അത് ഉറപ്പിക്കുക. നമ്മൾ നിന്ന സ്ഥലം ഒന്ന് വട്ടട്ടക്കുക, അല്ലെങ്കിൽ ഒരു കൊള്ളിയൊക്കെ കുത്തിവെക്കുക. ചെയ്യണ കാര്യമാണ് ഈ പറഞ്ഞത്. കൊള്ളിയൊക്കെ കുത്തിവെക്കുക, അല്ലെങ്കിൽ കുത്തിവെച്ച കൊള്ളിമ ആരും വന്ന് കയറാതിരിക്കാൻ ഒരു ചിരട്ട കമഴ്ത്തി വെക്കുക. ഇങ്ങനൊക്കെ ഫിഖ് പറഞ്ഞു തരുന്ന മേജയിൽ വേറെ എവിടെ ഉണ്ടാവുക? എന്നിട്ട് നാളെ അവിടെ തന്നെ പോയി നിൽക്കുക. 6:45 കൊമ്പ് വെട്ടരുത് കേട്ടാ, ഇന്നലെ കണ്ട കൊമ്പ് വെട്ടരുത്, അതവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരിക. എന്നിട്ട് ഇപ്പൊ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനം, ആ സ്ഥാനവും ഇന്നലത്തെ മുരിങ്ങാക്കൊമ്പും ഇന്നലെ കണ്ട മുരിങ്ങാക്കൊമ്പും തമ്മിലുള്ള അകലം ഒന്ന് വെച്ച് നോക്കുക. ഒന്ന് വെച്ച് നോക്കി. എന്നിട്ട് മറ്റന്നാൾ കാണുന്നതിന് ഇതേപോലെ ഒരു കൊമ്പോ ബിൽഡിങ്ങോ റൂമോ എന്തെങ്കിലുമൊക്കെ അടയാളം വെക്കുക. അതിൻ്റെ പിറ്റേ ദിവസം വന്ന അകലം നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തും. സാമാന്യമായി പറഞ്ഞാൽ ചന്ദ്രൻ പ്രതിദിനം 6 വിരൽക്കനം ഉയരുന്നു. എന്താ സാമാന്യമായി പറഞ്ഞാൽ? നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് 5 വിരലേ കിട്ടുള്ളൂ, അല്ലെ ചിലപ്പോൾ 6 വിരൽ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ബാക്കിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ സാമാന്യമായി എന്ന് പറഞ്ഞു വെച്ചുള്ളത്. മുൻകൂർ ജാമ്യമാണ്. പല കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, നമ്മുടെ എക്സ്പീരിയൻസ് കുറവ്, അത് നമ്മൾ വളർത്തിയെടുക്കുക. മറ്റൊരു കാരണം, സ്വാഭാവികമായ കാരണം, 30 ദിവസങ്ങളുള്ള മാസമാണെങ്കിൽ ആ അളവ് 5 വിരൽ മുതൽ 6 വിരൽ വരെ അതിൻ്റെ ഉള്ളിലായിരിക്കും. 5-ന് താഴെ പോരുമില്ല, എന്നാൽ 6 കവറാവില്ല. അങ്ങനത്തെ ഒരു കോലത്തിലുള്ള അളവാണ് 30 ദിവസമുള്ള മാസമാണെങ്കിൽ കിട്ടുക. 29 ദിവസങ്ങളുള്ള മാസമാണെങ്കിൽ ആ അളവ് 6 to 7 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ പിടിച്ചാലും കുറച്ചും കൂടെ ബാക്കി ഉണ്ടാവും, 7ലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് നിങ്ങളൊരു 5-8 മാസം വ്യത്യസ്തമായ മാസങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസാണ് കേട്ടാ. കുടുങ്ങിയ പണിയായ നീ പോയിട്ട് ഇതൊരു ഇജ്തിഹാദായിട്ട് എടുക്കണം. നല്ല കൂലി കിട്ടും. തെറ്റിയാലും അതിൻ്റെ ഇടയിലാണ്ട് മരിച്ചു പോയാലും ഒക്കെ എന്താ കൂലി എന്നറിയും. പടച്ചോ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഓൻ്റെ സംവിധാനങ്ങൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള തത്രപ്പാടല്ലത്. എന്തൊരു കൗതുകം ഉണ്ടാവും അവൻക്ക് തന്നെ. നമ്മൾ ഈ കൈയൊക്കെ പിടിച്ചിട്ട് നേരം വെളുക്കുമ്പോൾ മഞ്ഞും കൊണ്ടിട്ട് ഇതിനൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ റബ്ബ് ഉണ്ടാക്കിയ ഒരു സാധനം അല്ലേ. ഗാലറിയിൽ ഷോകൾ കണ്ടിട്ടില്ലേ, എക്സിബിഷനുകൾ. ആ എക്സിബിഷനിലുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൊഡ്യൂസർ, അതിൻ്റെ ഉണ്ടാക്കിയ ആളുടെ ഒരു സന്തോഷം വേറല്ലേ. ആൾക്കാരിങ്ങനെ വലിയ കൗതുകത്തിൽ അതൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ് തന്നെ റബ്ബുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജി കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മാസത്തിലെ ആദ്യ നാളുകളിൽ തന്നെ ആ മാസം എത്ര ദിവസമായിരിക്കും എന്നറിയാൻ 5, 6, 7 എന്നീ ദിവസങ്ങളിലെ നിരീക്ഷണത്തിലൂടെ കഴിയും. ഇന്ന് ധാരാളം ആളുകൾ ഈ ബോധ്യത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് സ്വയം ബോധ്യത്തിലെത്താൻ നിരീക്ഷണത്തിലേർപ്പെട്ടാൽ കഴിയും. സാമാന്യമായി പറഞ്ഞാൽ ചന്ദ്രൻ പ്രതിദിനം 6 വിരൽക്കനം അഥവാ 12 ഡിഗ്രി. ഈ 12 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ്, ഒരു ദിവസത്തിലുണ്ടാകുന്ന മാറ്റമാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അല്ലേ. 24 മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രിയാണ് നീങ്ങുന്നത്? 12 ഡിഗ്രി. അപ്പോൾ 1 ഡിഗ്രി ചന്ദ്രൻ ചലിക്കാൻ എത്ര മണിക്കൂർ വേണം? എളുപ്പല്ലേ? എത്ര? 2 മണിക്കൂർ. അപ്പോൾ ചന്ദ്രനെ നോക്കിയിട്ട് ഇനി സമയം പറയാം അല്ലേ. ഇപ്പം എത്രയായി? 10:30. ഒരാളോട് ചോദിച്ച് 10:30. അപ്പം അമ്പിളിമാമ ഉണ്ട്, അപ്പം അതിനെങ്ങനെ നോക്കി വെക്കുക. 12:30 പണി നിർത്തണം. അപ്പോൾ ഒരു വരലും കൂടി കണ്ട് ഉയർന്നാൽ മതി മൂപ്പര്. 12:30 കൂടി പോവാ. അടുത്ത ആളെ വാച്ചുള്ള ആളെ കാത്തു നിൽക്കണ്ടെന്ന്. എന്തൊക്കെ ഗുണമുണ്ടെന്ന് അറിയത്തോണ്ട് ഇതിട്ട് പഠിച്ചു കിട്ടിയാൽ ഇൻഷാ അല്ലാഹ്. ഇനി ചന്ദ്രക്കലകളുടെ ദൃശ്യക്രമം. നേരത്തെ ബ്രേക്ക് ടൈമിൽ 1-2 ആളുകൾ വന്ന് ചോദിച്ച ചോദ്യങ്ങൾ അവർ ഓർത്തു വെക്കുക. ഒരേ നാട്ടിൽ ഒരേപോലെ കാണും പോലുള്ളതൊക്കെ. നമ്മൾ പറഞ്ഞു മാസത്തിൻ്റെ പകുതി വരെ ചന്ദ്രന് വളരുന്ന കലകളാണ് എന്ന് പറഞ്ഞു അല്ലേ. വളരുന്ന കലകൾ.
ഈ വളരുന്ന കലകൾ എന്ന് പറയുന്നത് കല മാത്രമല്ല വളരുക, അതിൻ്റെ സ്ഥാനവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഷോയിൽ കാണിച്ചതുപോലെ ചന്ദ്രൻ എല്ലാ സമയത്തും അതിൻ്റെ സൂര്യന് അഭിമുഖമായ പകുതി പ്രകാശിച്ചാണ് നിൽക്കുന്നത്. സൂര്യന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന പകുതി ഇരുണ്ടിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഭൂമിയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് പതിയുന്ന വെളിച്ചമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമുക്ക് തീയതികളെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്, തഖ്ദീർ ചെയ്തിരിക്കുകയാണ്. ചന്ദ്രൻ അതിൻ്റെ ഇഷ്ടത്തിന് ചെയ്യല്ല. അള്ളാഹു തഖ്ദീർ ചെയ്തതുകൊണ്ട്, കണക്കാക്കിയതുകൊണ്ട്, വ്യവസ്ഥപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അതല്ലാതെ നമ്മുടെ കയ്യിൽ കണക്കുള്ളത് കൊണ്ട് അമ്പിളിമാമൻ അതിനനുസരിച്ച് ഇങ്ങനെ വരില്ല, നമ്മൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അപ്പോൾ ചന്ദ്രൻ ഈ പ്രകാശിത ഭാഗം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി, 6, 7. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. വളരുന്ന കലകൾ. ആ വളരുന്ന കലകൾ ഏകദേശം എത്ര ദിവസം വരെ പോകും? ഇതവിടെ നിൽക്കട്ടെ. അങ്ങനെ വളർന്ന് ഏകദേശം എവിടെ വരെ പോകും? വളരൽ 14 വരെ അല്ലെങ്കിൽ 15 വരെ പോകും അല്ലേ? അതിലെ 1-ാമത്തെ ദിവസത്തിൻ്റെ ചില പ്രത്യേകതകൾ. ഫസ്റ്റ് ഡേ, അമാവാസി കഴിഞ്ഞുള്ള ദിവസം. എന്താ അമാവാസി കഴിഞ്ഞുള്ള ദിവസം? അത് നേരത്തെ വിശദീകരിച്ച അമാവാസി എന്തായിരുന്നു അമാവാസി? ചന്ദ്രൻ പൂർണ്ണമായി, ചന്ദ്രന്റെ കറുത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന സമയം അല്ലെങ്കിൽ ആ ദിവസം അല്ലേ? ആ ദിവസത്തിന് ശേഷമുള്ള ദിവസം, സൂര്യൻ ഉദിച്ച ശേഷമായിരിക്കും ചന്ദ്രൻ ഉദിക്കുക. മാസത്തിലെ 1-ാമത്തെ ദിവസം, അമാവാസി കഴിഞ്ഞുള്ള ദിവസം സൂര്യൻ ഉദിച്ച ശേഷമായിരിക്കും ചന്ദ്രൻ ഉദിക്കുക. അതുപോലെ അസ്തമയ സമയ വ്യത്യാസത്തിലും ദൈർഘ്യമേറുന്നു. അതുകൊണ്ട് ആദ്യ ദിനത്തിൽ സൂര്യാസ്തമയ ശേഷം നിലാവ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സൂര്യൻ ഉദിച്ചു, ചന്ദ്രനും ഉദിച്ചു. സൂര്യൻ്റെ ശേഷമായിട്ടാണ് ഉദിച്ചത്. ഉദിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ അകലം എപ്പോൾ ഉണ്ടാവും? സൂര്യനിൽ നിന്ന്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ ഉണ്ടാവും. എന്താ കാരണം? എത്ര മണിക്കൂർ സഞ്ചരിക്കുന്നു? ഒരു പകൽ മുഴുവൻ സഞ്ചരിക്കുന്നില്ലേ? ഏകദേശം പറഞ്ഞാൽ മതി. എത്ര മണിക്കൂർ ഒരു പകൽ മുഴുവൻ? 12 അല്ലേ? 12 മണിക്കൂർ സൂര്യനോടൊപ്പം ചന്ദ്രൻ സഞ്ചരിച്ചാൽ എത്ര ഡിഗ്രി അകലും? 6 ഡിഗ്രി അല്ലേ? 2 മണിക്കൂർ കൊണ്ട് 1 ഡിഗ്രി. അപ്പൊ 12 മണിക്കൂർ കൊണ്ട് 6 ഡിഗ്രി. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ സൂര്യനുമായി അകലം ആർക്കുണ്ടാവും? ചന്ദ്രന് ഉണ്ടാവും. അതുകൊണ്ട് ആ ദിവസം നിലാവ് കാണാൻ സാധ്യതയുണ്ട്. 1-ാം ദിവസം നിലാവായിട്ട് ചന്ദ്രനെ കാണാൻ സാധ്യതയുണ്ട്. ഒന്നാം ദിവസം സൂര്യാസ്തമയത്തിന് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ചന്ദ്രൻ അസ്തമിക്കുന്നു. ഇതൊക്കെ ഈ ഏതാണ്ട് എന്നുള്ള പ്രയോഗമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് കൊടുക്കുന്ന വാക്കുകളാണ്. എന്താ കാരണം? നമ്മൾ നിരീക്ഷണത്തിലായി കിട്ടണം. നിരീക്ഷണത്തിലായി നമുക്ക് ബോധ്യമാവണം ഇതിൻ്റെ കൃത്യത എത്രയാണെന്നുള്ളത്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ചന്ദ്രൻ അസ്തമിക്കും. ഉദാഹരണത്തിന് നമ്മളിവിടെ ഒക്കെ ഒരു ആനിമേഷൻ കൊടുത്തിരിക്കുകയാണ് നമുക്ക് മനസ്സിലാവാൻ. സൂര്യൻ അതാ അസ്തമിക്കുന്നു. ഏകദേശം 5:45 വിചാരിക്കുക. 5:45 വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ ഏകദേശം 6:45 ആകുമ്പോഴേക്ക് ആരസ്തമിക്കും? ചന്ദ്രൻ അസ്തമിക്കും. അതൊരു പ്രതിഭാസമാണ്. 1-ാം ദിവസം ഏകദേശം 1 മണിക്കൂറിൻ്റെ സമയവ്യത്യാസം സൂര്യ അസ്തമയത്തിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ എടുക്കും. ഇതല്ലല്ലോ.
ഈ അമാവാസി എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും മൗലവിയും ഷബാബും കൂടിയിട്ട് നിന്നില്ലേ, ഭൂമി ഈ അറ്റത്ത്, അതിനപ്പുറത്ത് ചന്ദ്രൻ, അതിനപ്പുറത്ത് സൂര്യൻ, അല്ലേ? ഒരു ലൈനിൽ വരുന്ന സമയമാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് രണ്ടും ഏകദേശം ഒരുമിച്ചായിരിക്കും ഉദിക്കുന്നുണ്ടാവുക, ഒരുമിച്ചായിരിക്കും ഉദിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യുക. അത് തമ്മിലുള്ള അകലങ്ങളുള്ളതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചയിൽ അത് അടുത്തടുത്തായിരിക്കും. അങ്ങനെ ഉദിച്ച് അമാവാസി കഴിഞ്ഞ ആ ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേന്ന് കിട്ടുന്ന ഉദയം, ആ ഉദയത്തിൽ ചന്ദ്രന് സൂര്യനിൽ നിന്നൊരു നിശ്ചിത അകലം അകന്നിട്ടുണ്ടാവും, ഒരു നിശ്ചിത അകലം അകന്നിട്ടുണ്ടാവും. സൂര്യന് ശേഷമാണ് എന്ത് ചെയ്യുക? ചന്ദ്രൻ ഉദിക്കുക. ഈ പ്രതിഭാസത്തെ പല മുഫസ്സിറുകളും വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനമായി പറയുന്നുണ്ട്. കൂട്ടത്തിലൊരു ഇൻഫോർമേഷൻ എന്നുള്ള നിലയ്ക്ക് പങ്കുവെച്ചതാണ്. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വദുഹാഹ, അതിൻ്റെ ദുഹാ സമയവും. ഏതോ ദുഹാ സമയം അല്ലേ? നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്ന സമയം. വൽ ഖമരി ഇദാ തലാഹ. അപ്പോൾ ഖുർആൻ ഇത് പറയുമ്പോൾ തന്നെ ആ ഒരു സമയത്തിൻ്റെ ഒരു ടൈം സ്പേസിലേക്ക് നമ്മൾ ഒന്ന് മാറി നിന്ന് നോക്കുക. സൂര്യനും അതിൻ്റെ ഈ പൂർവാന്ന ദുഹാ സമയവും, ആ സമയത്ത് വൽ ഖമരി, ചന്ദ്രൻ ഇദാ തലാഹ, അതിനെ പിന്തുടർന്ന് വരുന്നു. ഇത് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ദിനത്തിൽ നടക്കുന്ന പ്രതിഭാസമാണ് എന്ന് ചില മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നു. അവർ വ്യാഖ്യാനിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയാണ് എന്ത് നടക്കുന്നത്. ഇത് നമുക്ക് എപ്പോഴാണ് വെളിവാകുക? അസ്തമിക്കുന്ന സമയത്താണ് വെളിവാകുക. കാരണം സൂര്യൻ ഉദിച്ച് സൂര്യൻ്റെ പ്രഭയിൽ തന്നെയാണ് ചന്ദ്രൻ ഉദിച്ച് വരിക. ആ ഉദയം നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ആദ്യം സൂര്യൻ അസ്തമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശം മങ്ങും. ബാക്കി അസ്തമിക്കാൻ ബാക്കിയായ നിലാവ്, അതുകൊണ്ടാണ് നമുക്ക് ഒന്നാം ദിവസം കാണാൻ കഴിയുന്നത്. രണ്ടാം ദിവസം ഏതാണ്ട് 110 മിനിറ്റ് അസ്തമയ വ്യത്യാസമുണ്ടാകും. അതെന്താ പറഞ്ഞേ? രണ്ടാം ദിവസം ഏതാണ്ട് 110 മിനിറ്റ്, സൂര്യൻ അസ്തമിച്ച് 110 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 2 മണിക്കൂറിന് എത്ര? 2 മണിക്കൂറാണ് 120. അപ്പം നാളെ തന്നെ പോയിട്ട് ഈ 110 ഇങ്ങനെ ടൈം കൗണ്ടർ ഇട്ടിട്ട് അളക്കണ്ട. ഒന്ന് ഏതാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് അവിടെ. ഇതൊക്കെ നിരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൃത്യത കിട്ടും. പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ അസ്തമയ വ്യത്യാസം ഏതാണ്ട് 50 മിനിറ്റ് വീതം കൂടി വരുന്നു. അപ്പം ഇത് 45 ആകുന്ന സമയമുണ്ട്, 57 ആകുന്ന സമയമുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏതാണ്ട് എന്ന് പറയുന്നത്. ഓരോ ദിവസവും സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ അസ്തമിക്കാൻ എടുക്കുന്ന സമയത്തിൽ നിന്ന് 50 മിനിറ്റിൻ്റെ വ്യത്യാസം നമുക്ക് പ്രതീക്ഷിക്കാം. 50 മിനിറ്റിൻ്റെ വ്യത്യാസം പ്രതീക്ഷിക്കാം. ഞാനൊരു അനുഭവം പറയാം. ഞങ്ങളൊരിക്കൽ ഇവരെ നാട്ടിൽ നമ്മൾ സൈനുദ്ദീൻ മൗലവിയൊക്കെ ആയിട്ട് ബീച്ചിൽ പോയതാണ്. ഇവിടെ ആരും അതിൻ്റെ അനുഭവസ്ഥർ കൂടെ ഇല്ല, ട്രാഫിക്കൊന്നുമില്ല അതിൽ, അല്ലേ? ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ കുറച്ച് ആൾക്കാർ ചില സ്മോളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ അതിനൊക്കെ വട്ടം കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവരായിട്ട് ഇങ്ങനെ വെറുതെ കുശലം പറഞ്ഞ് നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കണേ, ഞങ്ങൾക്ക് രാത്രി ഇന്നെപ്പോഴാണ് നിലാവ് വരണതെന്ന് കാണണം. അതെന്തിനാ? അത് നാളെ കടലിൽ എപ്പോഴാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാനാണ്. അതിനപ്പോൾ നാളെ കടലിലെപ്പോൾ പോകണം എന്ന് തീരുമാനിക്കാൻ ഇന്ന് നിലാവ് നോക്കണം എന്തിനാ? അപ്പോൾ അതിനെക്കാട്ടി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി നാളെ എന്നാണ്. ആരാ പറഞ്ഞേ? നമ്മളാൾക്കാരൊന്നുമല്ല, മനുഷ്യന്മാരാണ്. നല്ല മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയുള്ളതാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? അവർ പറയുകയാണെങ്കിൽ ഇന്ന് നിലാവ് നോക്കിയാൽ, ആ ടൈം നോക്കിയാൽ നാളെ അവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. നിലാവുള്ളപ്പോഴാണ് അത്ര അവർക്ക് ആ മീൻ കിട്ടുള്ളൂ. അപ്പോൾ അത് കണക്കാക്കി പോകാനാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ കലണ്ടർ ഉണ്ടായിരുന്നു. ഈ കലണ്ടർ
നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ നിങ്ങളിങ്ങനെ തലേന്ന് പോയിരിക്കണ്ട, എല്ലാ ദിവസത്തെയും എപ്പോഴാണ് ഉദിക്കുക എപ്പോഴാണ് അസ്തമിക്കുക എന്നൊക്കെ ഇതിൽ എഴുതി കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നമ്മൾ നോക്കുന്ന കാര്യം തന്നെ ഉള്ളൂ. അവർ വാങ്ങിക്കൊണ്ടേ 3-4 ആളുകൾ. അപ്പം ഇങ്ങനെ പല ജാതിരി തബുത്തഹു ഫദ്ലം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ വ്യത്യസ്തമായ ഫദ്ലുകളെ അനുഭവിക്കാനാകും ഇതൊക്കെ പഠിച്ചാൽ. അപ്പോൾ ഓരോ ദിവസവും സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ അസ്തമിക്കുന്നതിനുള്ള സമയ വ്യത്യാസത്തിൽ എത്ര മിനിറ്റിൻ്റെ ആവറേജ് മാറ്റം ഉണ്ടാവും? 50 മിനിറ്റിൻ്റെ. ഇന്ന് 6 മണിക്കാണ് ചന്ദ്രൻ അസ്തമിച്ചതെങ്കിൽ നാളെ അസ്തമിക്കാൻ 6:50 ആവും. അങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അത് 45 വരുന്നതുണ്ട്, 52 പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. പിന്നീടുള്ള അങ്ങനെ ചന്ദ്രക്കല വളർന്ന് പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്നു. അപ്പൊ ഇതിങ്ങനെ അകന്ന് എവിടുക്കാണ് ഈ അകലുന്നത്? സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണ്? പടിഞ്ഞാറ് അല്ലേ? അപ്പൊ ചന്ദ്രന് അസ്തമിക്കുന്ന ഓരോ ദിവസത്തിനും ചന്ദ്രൻ സൂര്യനിൽ നിന്ന് അകന്നുകൊണ്ടിരുന്നാൽ അത് ചക്രവാളത്തിന്റെ കിഴക്കൻ ദിശയിലേക്കാണ് അകന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ 1-ാം തീയതി സൂര്യൻ അസ്തമിച്ച ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ, 2-ാം തീയതി ഒരു 110 മിനിറ്റിൻ്റെ ഉള്ളിൽ, 3-ാം തീയതി അങ്ങനെ കൂടി 7-ാം തീയതി ഈ പറഞ്ഞതുപോലെ നേരെ മേലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ 8, 9, 10, 11, 12 പൗർണമി ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ എവിടെ എത്തിയിട്ടുണ്ടാവും? കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച് തുടങ്ങുന്നുണ്ടാവും. ഇതാണ് നിങ്ങൾ പറഞ്ഞ എക്സ്പീരിയൻസ്. 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത, സൂര്യാസ്തമയ സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം നിരീക്ഷകന്റെ തലക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ കോണാകലം 90 ഡിഗ്രി. ആ 90 ഡിഗ്രിയിലായിരിക്കും അതിൻ്റെ കലയുടെ വലിപ്പം. ഇത് സ്ഥാനാണ് പറഞ്ഞത്. മഞ്ചിൽ എവിടെ ആയിരിക്കും? നേരെ മുകളിലായിരിക്കും. വലിപ്പം ഏകദേശം അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ പകുതി. അമ്പിളിമാമൻ്റെ പകുതിയാണ് 7-ാം ദിവസം കാണാൻ കഴിയുക. ആ ദിവസം ചന്ദ്രൻ നട്ടുച്ചക്കായിരിക്കും ഉദിച്ചിട്ടുണ്ടാവുക. അസ്തമിക്കുന്നത് അർദ്ധരാത്രിയിൽ. ആ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടാവുക എപ്പോഴാണ്? നമുക്കെന്നെ ഇപ്പോൾ കണക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഡിഗ്രിയുടെ ആ ഡിഗ്രി വെച്ചിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് കണക്ക് ചെയ്ത് നോക്കി. മഗ്‌രിബിൻ്റെ സമയത്ത് ചന്ദ്രൻ ഇവിടെ ഉണ്ടെങ്കിൽ അതെപ്പോഴായിരിക്കും ഉദിച്ചിട്ടുണ്ടാവുക? ആകെ 12 മണിക്കൂറാണ് രാത്രി എന്ന് കണക്കാക്കുക. അപ്പം 12 മണിക്കൂറിൽ രാത്രി തുടങ്ങുമ്പോൾ തന്നെ ചന്ദ്രൻ ഇവിടെ ഉണ്ട്. അപ്പം 6 മണിക്കൂർ മുമ്പ് ഉദിച്ചു, 6 മണിക്കൂർ കഴിഞ്ഞ് അസ്തമിക്കും അല്ലേ? മഗ്‌രിബിൻ്റെ നേരത്തെ 6 മണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞാൽ ഉച്ച, മഗ്‌രിബിൻ്റെ നേരത്തെ 6 മണിക്കൂർ കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ അർദ്ധ രാത്രി. ആ തക്ദീറുകളൊക്കെ നമ്മളിങ്ങനെ അറിയണം കേട്ടോ. ഇതൊക്കെ നമ്മൾ 7-ാം ദിവസം ഇങ്ങനെ തുടങ്ങുകയാണ്. തൊട്ടടുത്തത് ഈ 90 ഡിഗ്രി എന്നുള്ളത് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടില്ല. 29 ആണോ 30 ആണോ എന്നറിയാനുള്ളൊരു ചാൻസും അവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല 5, 6, 7 ദിവസങ്ങളിൽ 29 ആണെങ്കിൽ 90-ൽ നിന്ന് കിഴക്കൻ ചക്രവാളത്തിലായിരിക്കും ചായ്വ് ഉണ്ടാവുക. 90 ഡിഗ്രിയിൽ നിന്ന് കിഴക്കൻ ചക്രവാളത്തിലേക്കായിരിക്കും ചായ്വ് ഉണ്ടാവുക. 29 ദിവസമേ ഉള്ളൂ എങ്കിൽ. 30 ദിവസം ഉണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ നിന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്കായിരിക്കും ചായ്വ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ നിരീക്ഷിക്കുക. 2, 3 മാസങ്ങൾ, 4 മാസം, 5 മാസമൊക്കെ നിരീക്ഷിക്കുക. ഓരോ 7ഉം നിരീക്ഷിക്കുക. അപ്പം ഈ 90 എന്നുള്ളത് കറക്റ്റ് ആവില്ല. അതിനൊരു ചായ്വ് കാണാം എങ്ങോട്ടെങ്കിലും, ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ ആ ചായ്വ് 29-നെയും 30-നെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായകമാകും. അങ്ങനെ കാണുന്ന ആദ്യ പകുതി വളരുന്ന കലകളാണ്. ചന്ദ്രൻ്റെ ഒരു പ്രധാന പൊസിഷനാണ് അതിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത്. ചന്ദ്രാകൃതി അതിൻ്റെ പകുതി എത്തുന്ന 50% ഇല്യൂമിനേഷൻ എത്തുന്ന, പ്രകാശം എത്തുന്ന സമയം. അവിടുന്ന് വീണ്ടും വളർന്നുകൊണ്ടിരിക്കും അല്ലേ? ആ തേങ്ങാപ്പൂള് പോലത്തെ കോലം പിന്നെ ചിരട്ട മറിച്ച് വെച്ച പോലെ അങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കും.
പുറത്തേക്ക്, പകുതിയുടെ പുറത്തേക്ക് വളർന്നുകൊണ്ടേയിരിക്കും, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. ഏകദേശം 13 വരെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ പൗർണമിയാണ്, പൂർണ്ണചന്ദ്രൻ. പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മാസത്തിൻ്റെ പകുതിയാണ്. മാസത്തിൻ്റെ പകുതിയാണ് പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത്. നമ്മളതിന് അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന ദിവസങ്ങളിൽ അത് സംഭവിക്കും. ആ സംഭവത്തിന് പ്രത്യേകത, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ നേർ എതിർ ദിശയിൽ, അതായത് കിഴക്ക്, ചന്ദ്രൻ ഉദിക്കും പൗർണമിയിൽ. ഈ പൗർണമിയെ വളരെ മനോഹരമായി വിശദീകരിക്കുന്ന ഒരു ഖുർആൻ വചനമുണ്ട്. പൗർണമിയെ മനോഹരമായി വിവരിക്കുന്ന ഒരു ഖുർആൻ വചനം ഓർമ്മ വരേണ്ട. ഞാൻ തുടങ്ങണ. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്. എന്താ? ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്. പിന്നെ വൽ ഖമരി ഇദ ഇത്തസഖ്. പിന്നെ മനസ്സിലായി അല്ലേ? എന്താണ് ഈ പറയുന്നത്? നേരത്തെ നമ്മൾ ദുഹ പറഞ്ഞില്ലേ, വശംസി വദുഹാഹ എന്ന് പറയുമ്പോൾ നമ്മളൊരു സമയത്തിൻ്റെ പ്രത്യേക ഭാഗത്തേക്ക് എത്തിയില്ലേ? ഏതാണ് ഭാഗം? വശംസി വദുഹാഹ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെയിലേക്ക് എത്തിയല്ലേ? രാവിലെ എന്ന് പറയുന്ന സമയത്തിലേക്ക് എത്തി. അശ്ശഫഖ് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സൂര്യൻ്റെ അസ്തമയ ശോഭ, ഷോണിമ, ചുവന്ന കളർ ആണ്, ചെഞ്ചായമണിഞ്ഞ ആകാശം. ഇതേതാ സമയം? ഏതാ സമയം? ഏതാ സമയം? സൂര്യൻ അസ്തമിക്കുന്ന സമയം അല്ലേ? ഉറങ്ങുന്നവരാ കൂടുതൽ, ഉറങ്ങാത്തവരാ കൂടുതൽ? ഉറങ്ങുന്നവരൊന്ന് കൈ നോക്കിയേ. ഓക്കെ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ഒരു ഉന്മേഷമൊക്കെ കിട്ടും. നിങ്ങൾ തന്നെ വെറുതെ പറഞ്ഞു നോക്കിയാൽ മതി. ഞാൻ ഉറങ്ങാത്തത് എന്തുകൊണ്ടാണല്ലോ? ചോറ് തിന്നാത്തതുകൊണ്ടല്ല, ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണോണ്ടാണ് ഉറങ്ങുന്നത്. ഇവിടെ ഉദിക്കുന്നു അവിടെ അസ്തമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കണോണ്ട് ഉറങ്ങാതെ ഇരിക്കുന്നതാണ്. അപ്പോ ആകാശം ചെഞ്ചായമണിയുന്ന ആ ഒരു പ്രത്യേക സമയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ്. രാത്രിയാണ് അല്ലെ? രാത്രിയുടെ ആരംഭമാണ്. വമാ വസഖ്, അത് ഉൾക്കൊള്ളുന്നത്. അത് എന്തിനൊക്കെ ഉൾക്കൊള്ളുന്നോ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനെ അനുഭവിക്കാൻ പറ്റുമോ അതൊക്കെ അനുഭവിച്ചോ. ചിലപ്പോൾ അത് ഉൾക്കൊള്ളുന്നത് ഞാനും എൻ്റെ പെണ്ണും കൂടിയിട്ട് അസ്തമയം കാണാൻ പോയ അസുലഭ നിമിഷങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെയും വ്യാഖ്യാനിച്ചോ. ആ രാവിനെ ആനന്ദകരമാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞോ അതൊക്കെയും. വൽ ഖമരി ഇദ ഇത്തസഖ്. ചന്ദ്രൻ അതിൻ്റെ പൂർണ്ണ വൃത്താകൃതി പ്രാപിച്ചു നിൽക്കുകയും ചെയ്യുന്ന സമയം. ഇതെപ്പോ നടക്കണം? നട്ടുച്ചക്ക് നടക്കണം. 11-ാം തീയതി കാണാൻ പറ്റുമോ? ഇല്ല. 17-ാം തീയതി ഇന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും കൂടിയിട്ട് എന്നാൽ ഈ ആയത്തൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് കടപ്പുറത്ത് പോയി നോക്കിയാലാ? ചെഞ്ചായ ഉണ്ടാവും അവിടെ? ആരുണ്ടാവില്ല? പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാവില്ല അല്ലേ? എന്നിട്ട് അവിടെ ആ ആയത്തിൽ പറഞ്ഞു, ഞാൻ അതിലേക്ക് കടന്നാൽ പിന്നെ നമ്മുടെ ദിശ മാറിപ്പോകും. അവിടെ അള്ളാഹു ഉണർത്തുന്ന ഒരു പ്രധാന സംഗതി ഉണ്ട്. ഈ വളരുന്ന കലകൾ എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ അനുഭവിക്കാൻ കഴിയാത്ത ഒരാൾക്കും ആ പറഞ്ഞത് മനസ്സിലാവില്ല. ലതർകബുന്ന തബഖൻ അൻ തബഖ്. ക്രമപ്രവൃദ്ധമായിട്ടല്ലാതെ നിങ്ങൾക്ക് പുരോഗതി സാധ്യമല്ല. എന്താണ്? 7-ാം തീയതി ഇന്ന് വന്നിട്ടേ ഇക്ക് പൂർണ്ണ ചന്ദ്രൻ പപ്പടം പോലെ കാണണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ബിസിനസ് തുടങ്ങി 4 മാസം നടത്തി,
മെച്ചൊന്നും കാണില്ല. പൂട്ടിയാണ്ട് പോകരുത്. അമ്പിളിമാമനെ നോക്കി പഠിക്കണം. അമ്പിളിമാമനെ നോക്കി പഠിക്കണം. ഓരോന്നിനും വളരാൻ അതിൻ്റെ സമയമുണ്ട്. അത് ചെഞ്ചായമണിഞ്ഞ സായം സന്ധ്യയിൽ വെറുതെ അങ്ങട് പപ്പട വലിപ്പത്തിൽ വന്നതല്ല. അത് കൃത്യമായ ക്രമപ്രവൃദ്ധമായ വളർച്ചയുടെ ഭാഗമായി വന്നെത്തിയതാണ്. ഫല ഉഖ്സിമു, ഞാൻ അത് വെച്ച് നിങ്ങളോട് സത്യം പറയുന്നു, സത്യം ചെയ്ത് പറയുന്നു. ലതർകബുന്ന തബഖൻ അൻ തബഖ്, ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്കല്ലാതെ നിങ്ങൾക്ക് വളർച്ച സാധ്യമല്ല. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇത് ബോധ്യമാവണമെങ്കിൽ നിരീക്ഷിക്കണം. വളരുന്ന കലകളെ നിരീക്ഷിക്കണം. അതെവിടം വരെ വളരും? പൂർണ്ണചന്ദ്രനാകുന്നത് വരെ വളരും. അന്ന് ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ മുഴുവൻ ഭാഗവും പ്രകാശിതമായിരിക്കും. പൗർണമി, ബദർ എന്നൊക്കെ ഇത് വിളിക്കപ്പെടുന്നു. എന്താണ് ഇത് വരാത്തത്? മിൻ സനിയാത്തിൽ വജബ ശുക്രു അലൈന. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും. എത്ര ആത്മാർത്ഥമായിട്ട് സലാം കൊടുക്കാൻ പറ്റും നബിക്കല്ലേ? ഇതൊക്കെ പഠിപ്പിച്ചെന്നല്ലോ. എത്ര ത്യാഗം സഹിച്ചിരിക്കണം. ഈ ഒരു പ്രകൃതി യാഥാർത്ഥ്യം നമുക്കൊന്ന് കൈമാറി തരാൻ അല്ലേ? അപ്പോ അതാണ് ബദർ. അതില് അർദ്ധരാത്രിയിൽ പൗർണമി ചന്ദ്രൻ നെറുകയിലായിരിക്കും. നമ്മൾ നേരത്തെ അർദ്ധചന്ദ്രൻ നെറുകയിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? 7-ാം തീയതി പൗർണമിയിൽ ഇത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് ഉദിക്കുന്നത്. ആവറേജ് 6 മണി പിടിച്ചോ. അപ്പോൾ നെറുകയിൽ എത്താൻ 90 ഡിഗ്രിയിലെത്താൻ എത്ര മണിക്കൂർ എടുക്കും? അർദ്ധരാത്രി 12 മണിയാകുമ്പോൾ പൂർണ്ണചന്ദ്രൻ നമ്മുടെ തലയുടെ മുകളിലുണ്ടാവും. ഈ മാസം അതിന് കാണൂല, അത് കഴിഞ്ഞു. പൗർണമി രാത്രിയിൽ ചന്ദ്രന്റെ സ്ഥാനം നോക്കി സമയം അറിയാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സൂര്യനെ നോക്കുന്ന പോലെ തന്നെ പൗർണമിയിലല്ല, എല്ലാ ദിവസവും പൗർണമിയിൽ പ്രത്യേകം കഴിയുന്നു. കാരണം ഒരു സ്റ്റാർട്ടിങ് എൻഡിങ് കറക്റ്റ് ആയതുകൊണ്ട്. ഇവിടെ മഗ്‌രിബിന് തന്നെ അവിടെ ഉദിക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഡിഗ്രി അളവ് നോക്കിയിട്ടും പറയാൻ പറ്റും. രാത്രിയിൽ സമയം നോക്കാൻ നിലാവ് ഉപയോഗിച്ചിരുന്നു. ഇത് സാധാരണയായി, ഇത് ശ്രദ്ധിക്കുക, ഇത് സാധാരണയായി 29 ദിവസമുള്ള മാസമെങ്കിൽ 14-നും 30 ദിവസമുള്ള മാസമെങ്കിൽ 15-നും ഉണ്ടാവുന്നു. ഇതാണ് സാധാരണ അനുഭവം. ഇതല്ലാത്ത അനുഭവം നമുക്ക് നിരീക്ഷണത്തിൽ ബോധ്യമാവും. പൗർണമിയെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. 29 ദിവസമാണെങ്കിൽ 14.5 എന്ന് പറഞ്ഞിട്ടൊരു ദിവസമില്ല. ഓരോ ദിവസമാണ് പൂർണ്ണ ദിവസങ്ങൾ. ഒന്നുകിൽ 14-ന് അല്ലെങ്കിൽ 15-ന്. 15-ന് സംഭവിക്കുന്ന മിക്കവാറും മാസങ്ങളൊക്കെ 30-ൽ അവസാനിക്കുന്നതായിരിക്കും. ചിലപ്പോൾ 16-ലേക്ക് കടന്നു പോകും. അപ്പോൾ ഉറപ്പായിട്ടും 30-ൽ അവസാനിക്കും. നമ്മുടെ നാട്ടിൽ ഈ പൗർണമി വരെയുള്ള ചന്ദ്ര ദിവസങ്ങളെ ശുക്ലപക്ഷം എന്ന് വിളിക്കും. ശുക്ലപക്ഷം. അതിന് ശേഷമുള്ളതിനെ കൃഷ്ണപക്ഷം എന്നിങ്ങനെ 2ആക്കി വിഭജിച്ചിട്ടുണ്ട്. 29 ദിവസങ്ങൾ ഉള്ള മാസത്തിൽ സൂര്യാസ്തമയത്തിൻ്റെ അതേ സമയം തന്നെ ചന്ദ്ര ഉദയവും സംഭവിക്കുന്നു. ശ്രദ്ധിക്കുക, മാസം 29 വിചാരിക്കുക. അപ്പോൾ പൗർണമിയിൽ ചന്ദ്രൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒരേ സമയമായിരിക്കും. 30 ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ മൂപ്പര് ഉദിച്ചു വരും. 30 ആണെങ്കിൽ. ഇതൊക്കെ നമ്മൾ ടിപ്പ് നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ട് തരും, ധൈര്യമായിട്ട് നോമ്പെടുത്തോളേ. പക്ഷെ ഇത്
നിരീക്ഷിക്കണം. നിങ്ങളുടെ എഫർട്ട് ഇതിൽ കലരണം. നിങ്ങളുടെ ഒരു എഫർട്ട് ഇതിൽ ഉണ്ടാവണം. വളരുന്ന കലകളിൽ തന്നെ അതിൻ്റെ പൗർണമിയോട് കൂടിയിട്ട് വളരുന്ന കലകൾ സ്റ്റോപ്പായി. അവിടെ നിന്ന് അങ്ങോട്ട് ക്ഷയിക്കുന്ന കലകൾ ആരംഭിക്കും. വാനിങ് ഗിബ്ബസ് എന്നാണ് അതിന് പറയുക. ക്ഷയിക്കുന്ന കലകൾ 16, 17, 18, 19, 20, 21, 22 ഇതിലൊക്കെ ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടേയിരിക്കും. ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കുറഞ്ഞുകൊണ്ടേയിരിക്കും. തഫ്സീറുകളിൽ ഇതിന് നുഖ്സാനുൽ ഖമർ എന്നാണ് കാണാൻ കഴിയുക. നുഖ്സാനുൽ ഖമർ, ചന്ദ്രൻ്റെ കുറയൽ. വളരുന്നതിന് സിയാദത്തുൽ ഖമർ എന്ന് പറയും, ചന്ദ്രൻ്റെ അധികരിക്കൽ, വളർച്ച. 16-ാം ദിനം മുതൽ ചന്ദ്രൻ്റെ ക്ഷയിക്കൽ ആരംഭിക്കുന്നു. ക്ഷയിക്കുന്ന ചന്ദ്രനെ മാസത്തിലെ 2-ാം ഭാഗത്തിൽ നിരീക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7-ാം തീയതി പോയി കണ്ട ചന്ദ്രനേക്കാൾ കുറഞ്ഞ അളവിൽ 8-ാം തീയതി പോയാൽ കിട്ടൂല. അങ്ങനെ കുറഞ്ഞ ചന്ദ്രനെ കാണണമെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകണം, മാസത്തിൻ്റെ 2-ാം പകുതിയിലേക്ക് പോകണം. പൗർണമി ദിവസം സൂര്യാസ്തമയ സമയത്ത് ഉദിച്ച ചന്ദ്രൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക, സൂര്യാസ്തമയ ശേഷം ഓരോ മണിക്കൂർ വൈകി ഉദിച്ചുകൊണ്ടിരിക്കും. പൗർണമി കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് മഗ്‌രിബണ്ടായാൽ ചന്ദ്രനെ കാണുമോ? ഇല്ല, കാരണം പകുതി കഴിഞ്ഞു, പൗർണമി കഴിഞ്ഞു. 17 ആയി അല്ലേ? 15-ന് പൗർണമി കഴിഞ്ഞ് 16, 17 ഏകദേശം 2 മണിക്കൂറിലധികം കഴിഞ്ഞാണ് ഇനി ഉദിക്കുള്ളൂ. ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ വീതം വൈകി കിഴക്ക് ഉദിക്കുന്നു. നിരീക്ഷകന് ഇത് വ്യക്തമായി കാണാൻ മനസ്സിലാക്കാനും കഴിയും. തുടർച്ചയായിട്ട് നിരീക്ഷിക്കുമ്പോഴേ അത് കിട്ടുള്ളൂ കേട്ടോ. ഈ ഉദയം ഇപ്പം ഇന്ന് മുതൽ നിരീക്ഷിക്കുക. ഇന്ന് നിങ്ങൾ എപ്പോഴാണോ ചന്ദ്രനെ കാണുന്നതെന്ന് നോക്കുക. അത് സാധാരണ ഉദയം തന്നെ കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം മുമ്പത്തേക്കാൾ ഇപ്പോൾ പുതിയ NH വന്നിട്ട് വലിയൊരു പാലാണ്. ഇപ്പോൾ ഞാൻ ഉദയം എവിടെ കാണലെന്നറിയോ? പാലത്തിൻ്റെ മുകളിൽ എൻ്റെ ഉദയമാണ്. അപ്പോൾ ഇന്ന് പാലത്തിൻ്റെ മുകളിൽ വരുന്നതിനേക്കാൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നാളെ പാലത്തിൻ്റെ മുകളിലേക്ക് ചന്ദ്രൻ വരിക. ഇങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കുക. അതൊക്കെ ഞാൻ പറയണത് അങ്ങനെയൊക്കെ ഓരോ അവസ്ഥകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്ഷയിക്കുന്ന കലകളിൽ അതിൻ്റെ അർദ്ധപകുതി എത്തുന്നതാണ് 22. അർദ്ധപകുതി. നേരത്തെ നമ്മളൊരു അർദ്ധപകുതി കണ്ടു അല്ലേ? ഏതാ ദിവസം? 7 അല്ലെങ്കിൽ 8. അതേത് സമയത്താണ് കണ്ടത്? സൂര്യൻ അസ്തമിക്കുമ്പോൾ അല്ലേ? പിന്നെ വീണ്ടും ക്ഷയിച്ച് പകുതിയാവും. ഈ പകുതി നമ്മൾ എപ്പോഴാണ് കാണുക? സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അല്ലേ? കാരണം പൗർണമിക്ക് ശേഷം പിന്നെ മഗ്‌രിബിൻ്റെ സമയത്ത് ചന്ദ്രനെ നോക്കിയിട്ട് കാണൂല. സുബഹിയുടെ സമയത്താണ് നിരീക്ഷണം നടത്തേണ്ടത്. അങ്ങനെ നടത്തി ക്ഷയിച്ച് 22 ആകുമ്പോൾ ഏകദേശം നമ്മുടെ മുകളിലുണ്ടാകും. ഈ 7-നെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ സാധ്യത 29 ദിവസമുള്ള മാസത്തിൽ അർദ്ധചന്ദ്രൻ അർദ്ധരാത്രി ഉദിച്ച് സൂര്യോദയ സമയത്ത് ഉച്ചയിലെത്തുന്നു. മഗ്‌രിബിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഉച്ചക്ക് ഉദിച്ച് മഗ്‌രിബിന് ഇവിടെ എത്തിയത്, അർദ്ധരാത്രി ഉദിച്ച് സുബഹിക്ക് ഇവിടെ എത്തുന്നു എന്നുള്ള രണ്ടും നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ 2 ഭാഗവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുമ്പോഴൊരു വല്ലാത്ത കൗതുകമുണ്ട്. ഇന്ന് പറയാണ് നാളെ ഇതിങ്ങനെ വരണേ കാണാം എന്ന് നമുക്ക് പറയാൻ പറ്റുകയാണ്. എന്നിട്ട് അങ്ങനെ വരണേ കാണുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് വരണേന്ന് വിചാരിക്കും. ഈ കണക്ക് അറിയണോണ്ടാണ്, ഇത് അറിയുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നാളെ പോയി നോക്കിയാൽ അത് അങ്ങനെ തന്നെ വരുന്നത് കാണുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദങ്ങളുണ്ട്. ഈ 25-ാമത്തെ ദിവസം മുതൽ നമ്മൾ ശരിക്കും സുബഹിക്ക് കിഴക്കൻ ചക്രവാളത്തിലേക്ക് തന്നെ നോട്ടം കൊടുക്കണം. പിന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ടൊന്നും കാണില്ല. കിഴക്കൻ ചക്രവാളത്തിൽ 25 പ്രത്യേകം കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ചന്ദ്രൻ എന്നും ഒരു ദിശയിൽ നിന്ന് ഇങ്ങനെ കിഴക്കന്നെ ഒറ്റ ദിശയിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുമൊന്നുമില്ല. നിരന്തരം നിരീക്ഷിക്കുന്നവർക്ക് അതിൻ്റെ പൊസിഷൻ പെട്ടെന്ന് നോക്കാൻ പറ്റുള്ളൂ. സൂര്യൻ്റെ അയനങ്ങൾ പോലെ ചന്ദ്രനും അതേപോലെ അയനങ്ങളുണ്ട്. തെക്കേ ഭാഗത്ത് നിന്ന് തുടങ്ങും, ഇങ്ങനെ പോകും. അപ്പോൾ ഒരു ദിവസം നോക്കി ഒരു പൊസിഷൻ കണ്ടാൽ പിന്നെ നമുക്ക് അതിൻ്റെ തുടർച്ചയായ ദിവസങ്ങളിൽ ആ പൊസിഷനിലേക്ക് നോക്കിയാൽ മതി. അല്ലാതെ എന്നും പോയിട്ട് നേരെ കിഴക്കോട്ട് കിബിലയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിഞ്ഞാലൊന്നും
കണ്ടുകൊള്ളണം എന്നില്ല. അത് 25-നൊക്കെ നമ്മൾ ഏകദേശം അവസാനത്തെ കലകളെ നിരീക്ഷിച്ച് തുടങ്ങണം. ഈ 22-ന് ഒരു പ്രത്യേകത ഉണ്ട്. 22-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ ഒരു പരിശ്രമത്തിനാണല്ലോ, മക്കയിൽ നിന്ന് ഹൃദയത്തിൽ അള്ളാഹു വിട്ടുകൊടുത്തതാണല്ലോ ഈ ഒരു നിഅമത്തിനെ കുറിച്ചുള്ള ബോധ്യം. അന്ന് തുടങ്ങിയതാണ് റസൂലുള്ളാഹി ഈ വിഷയത്തിലുള്ള തസ്കിയത്ത്. അങ്ങനെ ഒരു കൂട്ടം സഹാബികൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഈ മാസത്തിൽ എത്ര കഴിഞ്ഞു, ഇനി എത്ര ബാക്കിയുണ്ട്? അപ്പം അത് ആ സഹാബികളോട് ചോദിക്കാൻ അതിൻ്റെതായ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ റസൂലുള്ളാഹിക്ക്. ഒന്നുകിൽ അവരെ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്നത് മനസ്സിലാക്കിയിട്ടോ സാന്ദർഭികമായി അവരോട് ചോദിക്കുന്നു. നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇനി അടുത്ത 4-ാം തീയതി എത്ര ദിവസം ഉണ്ട് എന്നുള്ളതിൻ്റെ വേറൊരു രൂപം. അപ്പം ഇന്ന് എത്ര കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പറയാമല്ലേ? എത്ര കഴിഞ്ഞു എന്നുള്ളത് ഒന്ന് ഏതെങ്കിലും തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, അവിടുന്ന് എണ്ണി വന്നതനുസരിച്ച് ഇത്ര കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എങ്ങനെ പറയും? അപ്പം സഹാബികൾ ഇങ്ങനെ പ്രതിവചിച്ചു, 22 കഴിഞ്ഞിട്ടുണ്ട്, ഇനി 8 ബാക്കിയുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് 22 കഴിഞ്ഞു, ഇനി 7 ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ കണക്കായിക്കോളെ. നിരീക്ഷിക്കാനാണ് റസൂലുള്ളാഹിൻ്റെ ആഗ്രഹം. പക്ഷെ അഥവാ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞു കൊടുത്ത 7 ബാക്കിയുള്ളതിമേ പിടിച്ചോളി. അപ്പോൾ എത്ര ബാക്കി ഉണ്ടാവുള്ളൂ? ആ മാസം എത്രൻ്റെ ആയിരിക്കും? 29-ൻ്റെ അല്ലേ? അങ്ങനെ ബോധ്യമായ ഒരാൾ പിന്നെ തൊട്ടടുത്ത മാസം, ഏത് മാസമാണെങ്കിലും തൊട്ടടുത്ത മാസം ഒന്ന് ഏതാണെന്ന് വേറെ നിരീക്ഷിക്കേണ്ടി വരുമോ? ഇല്ലല്ലോ, കഴിഞ്ഞല്ലോ. 2 നിരീക്ഷണം അവിടെ തന്നെ ഫിക്സ് ആയല്ലോ. അപ്പം 22-നും ഈ സാധ്യതയുണ്ട്. ഏത്? ആ മാസം 29-ൽ അവസാനിക്കോ 30-ൽ അവസാനിക്കോ എന്ന് അറിയാനുള്ള നിരീക്ഷകൻ്റെ ഒരു കണ്ണ് അതിൽ കിട്ടും. ആ കലയുടെ വലിപ്പത്തിൻ്റെയും 90 ഡിഗ്രിയുടെ ചായ്വും ഒക്കെ നോക്കിയിട്ട്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുള്ള ചായ്വ് ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ 25-ന് ഈ ക്ഷയിക്കുന്ന കലകൾ കൃത്യമായിട്ട് കണ്ടു തുടങ്ങുമല്ലോ. 25, 26, 27 കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് നിരീക്ഷിക്കാൻ മാത്രം സാധിക്കുന്ന ഒന്നാണ് സൂറത്ത് യാസീനിൽ പറയുന്ന അവസാനത്തെ ദൃശ്യകലയായ അൽ ഉർജൂനുൽ ഖദീം. ഏതാണ് ആയത്ത്? വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ഉർജൂനുൽ ഖദീം പോലെ എന്നാണ്, ഉണങ്ങിയ ഈന്തപ്പനത്തണ്ട് പോലെ എന്നാണ് പറയുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് രണ്ടും ഏകദേശം മാസത്തിൻ്റെ ആദ്യത്തിൽ പടിഞ്ഞാറ് കാണുന്ന ആ ഒരു കലയും മാസത്തിൻ്റെ അവസാനത്തിൽ കിഴക്ക് കാണുന്ന ഈ ഒരു കലയും കോലത്തിൽ ഒരുപോലെയാണെങ്കിലും അതിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുന്ന രീതിയിലും അതിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ അനുഭവിക്കണം. ആദ്യത്തേതിന് പ്രകാശം കൂടും, മാസാവസാനത്തേതിന് പ്രകാശം കുറയും. ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ നിരീക്ഷിച്ചിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. നമുക്കും നിരീക്ഷിച്ച് ബോധ്യപ്പെടാം. 25 മുതലെങ്കിലും നോക്കി തുടങ്ങിയാലാണ് ഉർജൂനുൽ ഖദീം പോലെയുള്ളത് കൃത്യമായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് സൂര്യപ്രകാശത്തിൻ്റെ ഏകദേശം ആ ഒരു പ്രഭയിൽ തന്നെയാണ് ഉണ്ടാവുക. നന്നായി നോക്കിയാലാണ് കാണാൻ കഴിയുള്ളൂ. അത് വല്ലാത്തൊരു അനുഭവമാണ് ഉർജൂനുൽ ഖദീം കാണുക എന്നുള്ളത്. വലിയൊരു അനുഭവമാണ്, നല്ലൊരു അനുഭവമാണ്. മാസത്തിലെ അവസാനത്തെ ദൃശ്യമായ കല എന്നാണ് ഉർജൂനുൽ ഖദീമിനെ കുറിച്ച് പറയുക. അപ്പോൾ ഈ വൽ ഖമറ ഖദ്ദർനാഹു മനാസില, അതിന് മൻസിലുകൾ നിർണയിച്ചിരിക്കുന്നു. ഹത്താ ആദ, അത് മടങ്ങി വരുന്നത് വരെ. അപ്പോൾ അത് അവസാനിക്കലാണ് എന്നതിലേക്കുള്ള സൂചനയാണത്. ഇപ്പോൾ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഞായറിൽ തുടങ്ങി ശനിയിൽ അവസാനിക്കുന്നു അല്ലേ? ശനിയിൽ അവസാനിച്ചു എന്നറിഞ്ഞാൽ ആ അറിവ് പോരെ പിറ്റേ ദിവസം ഞായറാണ് എന്നറിയാൻ? ആ അറിവ് മതി.
അപ്പോൾ ഹത്ത ആദ ഇത് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തിലേക്കാണ് സൂചന. അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതിൻ്റെ തുടക്കം അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ആ വിവരം, ആ വിജ്ഞാനം അതിൽ തന്നെ ഉൾപ്പെടും. അപ്പോൾ 29 ദിവസങ്ങളുള്ള ഒരു മാസമാണെങ്കിൽ ഉർജൂനുൽ ഖദീമിൻ്റെ ദൃശ്യത 28-നായിരിക്കും. 30 ദിവസങ്ങളുള്ള മാസമാണെങ്കിൽ ഉർജൂനുൽ ഖദീമിൻ്റെ ദൃശ്യത 29-നായിരിക്കും. അവസാന ദിവസത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് അന്ന് കാണാത്ത ദിവസമാണ്, അമാവാസി ദിവസം കാണാത്ത ദിവസമാണ്. അതിൻ്റെ തലേ ദിവസത്തെ അനുഭവങ്ങളാണ് കൽ ഉർജൂനിൽ ഖദീം എന്നതിലൂടെ വരുന്നത്. പിന്നീട് അവസാനത്തെ വളരെ നേർത്ത കിഴക്കേ ചക്രവാളത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന, ഇതൊക്കെ ഇങ്ങനെ എഴുതണത് എന്തിനാന്ന് വെച്ചാൽ 28-ന് പോയിട്ട് ഇങ്ങനെ ഒന്നും നോക്കരുത്, ഇങ്ങനെ അവിടേക്കും ഇവിടേക്കൊന്നും നോക്കരുത്. പരമാവധി കിഴക്കൻ ചക്രവാളത്തിലേക്ക്, സൂര്യോദയത്തിൻ്റെ അടുത്തേക്ക്. പക്ഷെ സൂര്യൻ്റെ പൊസിഷനിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. 25 മുതൽ നമ്മൾ നിരീക്ഷിച്ചു വരുന്ന ചന്ദ്രൻ്റെ പൊസിഷൻ ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പോകും, ഇവിടെ കണ്ടു, അവിടെ കണ്ടു, അവിടെ കണ്ടു, അപ്പം നേരെ ഇവിടെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുക, 25-ന് ഇവിടെ കണ്ടു, ഇവിടെ കണ്ടു, അവിടെ കണ്ടു. അപ്പോൾ എവിടുക്കാൻ നോക്കേണ്ടത്? ആ കോണിലേക്കാണ് നോക്കേണ്ടത്. അതാണ് ഈ 25-നെ ഹൈലൈറ്റ് ചെയ്തത്. 25 മുതൽ നിരീക്ഷിക്കുന്ന ആളുകൾക്കാണ് സ്വാഭാവികമായി ഉർജൂനുൽ ഖദീം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. കുറഞ്ഞ സമയം അത് കിട്ടുള്ളൂ, 1/4 മണിക്കൂറൊക്കെ നല്ലപോലെ കിട്ടുള്ളൂ. കിഴക്കേ ചക്രവാളത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ചന്ദ്രക്കല ദൃശ്യമാകുന്നു. അത് 29 ദിവസമുള്ള മാസത്തിൽ 28-ാം ദിവസവും 30 ദിവസമുള്ള മാസത്തിൽ 29-ാം ദിവസവുമായിരിക്കും സൂര്യോദയത്തിന് മുമ്പായി കാണപ്പെടുക. മാസത്തിലെ ആദ്യ ദിവസം കാണുന്ന നിലാവിൻ്റെ നേർ വിപരീത രൂപമായിരിക്കും അതിനുണ്ടാവുക. ഇതിൻ്റെ ഓപ്പോസിഷൻ ശരിക്കും ശ്രദ്ധിച്ച, ആദ്യത്തെ ദിവസം എവിടെ കാണുന്നു? പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാണുന്നു. അവസാന ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്നു. ആദ്യ ദിവസം സൂര്യാസ്തമയ സമയത്ത് കാണുന്നു, അവസാന ദിവസം സൂര്യോദയ സമയത്ത് കാണുന്നു. ആ ചന്ദ്രക്കലയെ വിശുദ്ധ ഖുർആൻ ഉർജൂനുൽ ഖദീം പോലുള്ളത് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. സൂറത്ത് യാസീൻ 39-ാമത്തെ വചനം. അടുത്ത ദിവസം ഉർജൂനുൽ ഖദീം നമ്മൾ കണ്ട തൊട്ടടുത്ത ദിവസം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് തീർത്തും അപ്രത്യക്ഷമായിരിക്കും, ഒരു ദിവസം ഒഴികെ. ഉർജൂനുൽ ഖദീം കാണുന്ന അതിൻ്റെ പിറ്റേ ദിവസം സാധാരണഗതിയിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് തീർത്തും അപ്രത്യക്ഷമായിരിക്കും, കാണാൻ കഴിയില്ല. അന്നാണ് അമാവാസി സംഭവിക്കുന്നത്. സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞ മഹവ് പൂർത്തിയാകുന്നത് അന്നാണ്. ആ ആയത്ത് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട്. അത് പഠിക്കണം. സൂറത്തുൽ ഇസ്രായിൽ ഇതിൻ്റെ അടുത്ത വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ഇസ്രായിൽ 12-ാം വചനം ഷാബ. അതിൽ മഹൗന ആയത്തല്ലയിൽ എന്നൊരു പ്രയോഗമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം. ഷാബ ഗ്രൂപ്പിലൊക്കെ ആവാം. ഇനി ഇത് ശ്രദ്ധിക്കുക. 3 ദിവസങ്ങളെക്കുറിച്ച് പറയാൻ പോവുകയാണ് നമ്മൾ. മാസത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ, നെക്സ്റ്റ് മന്തിലെ ഫസ്റ്റ് ഡേ, അങ്ങനെ 3 ദിവസത്തെ ഒന്ന് കമ്പയർ ചെയ്യണം. ഈ അമാവാസി എന്നതിനാണ് ഇംഗ്ലീഷിൽ ന്യൂ മൂൺ എന്ന് പറയുന്നത് കേട്ടോ. ന്യൂ മൂൺ, പുതിയ ചന്ദ്രൻ, യമുൽ ഹിലാൽ. ഈ ചന്ദ്രൻ സൂര്യനെ മറികടക്കുകയും പുതിയ മാസം ആരംഭിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഏത്? അമാവാസി ദിവസം. അമാവാസി ദിവസത്തിലാണ് ചന്ദ്രൻ ഒരു ചുറ്റ്, നിലവിലുള്ള മാസത്തിൻ്റെ ചുറ്റ് അവസാനിപ്പിച്ച് അടുത്ത ചുറ്റിലേക്ക് കടക്കുക. അപ്പോൾ ആ ദിവസത്തെ മാസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ദിവസമായിട്ടാണ് കൺസിഡർ ചെയ്യുക. തൊട്ടടുത്ത പ്രഭാതം അടുത്ത മാസത്തിലെ 1-ാമത്തെ ദിവസം. ചന്ദ്രക്കലയുടെ കൊമ്പ് എതിർദിശയിലേക്ക് മാറുന്നത് അമാവാസിയിലാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ലല്ലോ. ചന്ദ്രൻ സൂര്യൻ്റെ ഈ സൈഡിൽ നിന്ന് സൂര്യൻ്റെ നേരെ വന്ന്
അപ്പുറത്തെ സൈഡിലേക്ക് മാറുമ്പോൾ ഈ വിസിബിൾ ക്രസൻറ്റ് കൊമ്പ് അത് കോലം മാറും. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നത് ഈ അറ്റം കണ്ടത് മറ്റേ അറ്റമായിരിക്കും പിന്നെ കാണുക. ഇത് മാസമാറ്റത്തിൻ്റെ അടയാളമാകുന്നു. 29 ദിവസങ്ങളുള്ള മാസത്തിൻ്റെ അമാവാസി 29-ലും 30 ദിവസങ്ങളുള്ള മാസത്തിൻ്റെ അമാവാസി 30-ലും ആയിരിക്കും. നേരത്തെ നമ്മൾ പൗർണമിയെക്കുറിച്ച് പറഞ്ഞില്ലേ, 14-നാവുന്ന 15-നാവുന്ന എന്ന് പറഞ്ഞ പോലെ അമാവാസി കഴിഞ്ഞാൽ പിന്നെ ആ മാസത്തിൽ എന്തുണ്ടാവില്ല, ദിവസവും തീയതിയും ഉണ്ടാവില്ല. ചന്ദ്രൻ്റെ ആ ചുറ്റ് പൂർത്തിയായിട്ടുണ്ടാവും. സൂര്യഗ്രഹണ ദിവസം ഒഴികെയുള്ള എല്ലാ അമാവാസി ദിനത്തിലും ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുക സാധ്യമല്ല. നേരത്തെ നമ്മൾ ലൈവായിട്ട് മനസ്സിലാക്കിയല്ലോ അത്. സൂര്യഗ്രഹണ ദിവസത്തിൽ കാണാൻ പറ്റുമോ ചന്ദ്രനെ? സൂര്യഗ്രഹണ ദിവസത്തിൽ ചന്ദ്രനെ കാണാൻ പറ്റുമോ? സൂര്യൻ്റെ ഭൂമിയുടെ ഇടയിലാണ് ചന്ദ്രൻ ഉണ്ടാവുക. സൂര്യഗ്രഹണ ദിവസം ഒഴികെയുള്ള എല്ലാ അമാവാസി ദിനത്തിലും ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുക സാധ്യമല്ല. അപ്പോൾ സൂര്യഗ്രഹണം ഉള്ള ദിവസം ചന്ദ്രനെ കാണാൻ പറ്റുമോ? ബ്ലാക്ക് ചന്ദ്രനെ കാണാം. ബ്ലാക്ക് മൂൺ സൂര്യൻ്റെ മുന്നിലൂടെ പോകുന്നത് എന്താണ് ഫിലിമൊക്കെ വെച്ചിട്ട് അല്ലേ നോക്കിയാൽ കാണാവുന്ന ഒരു അനുഭവമാണത്. എന്തെന്നാൽ ആ ദിവസം ചന്ദ്രനും സൂര്യനും ഉദിക്കുന്നതും സഞ്ചരിക്കുന്നതും അസ്തമിക്കുന്നതും ഏകദേശം അടുത്തായിരിക്കും. അപ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം സൂര്യൻ്റെ ശക്തമായ പ്രകാശവലയത്തിൽ ആയിരിക്കുന്നതിനാൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുക അസാധ്യമായിരിക്കും. ഇപ്പോൾ ഭൂമിയും സൂര്യനും നേർക്ക് നേരെ, അതിൻ്റെ ആ നേർക്ക് നേരെയുള്ള ലൈൻ തെറ്റിയിട്ടാണ് ചന്ദ്രൻ്റെ ഓർബിറ്റ് എങ്കിൽ അവിടെ നമുക്ക് സൂര്യ വെളിച്ചം കാരണമായിട്ട് മൊത്തത്തിൽ ചന്ദ്രനെ കാണൂല. അതുകൊണ്ടാണ് അമാവാസിയിൽ ചന്ദ്രനെ കാണാത്തത്. മാസത്തിലെ ആദ്യ ദിവസം ചന്ദ്രൻ നിലാവ് എന്ന് നാം സാധാരണ വിളിക്കുന്ന രൂപത്തിൽ സൂര്യാസ്തമയ ശേഷം ഭൂമിയിൽ ചിലയിടങ്ങളിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാണാൻ സാധ്യത ഏറെയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും 1-ാം തീയതിയുടെ നിലാവ് കാണണം എന്ന് യാതൊരു നിർബന്ധവുമില്ല, സാധ്യതയില്ല. എന്നാൽ ഭൂമിയിലെ ചില ഇടങ്ങളിൽ സൂര്യാസ്തമയ ശേഷം 1-ാം ദിവസം കാണാൻ സാധ്യതയുണ്ട്. നിലാവ് കാണപ്പെടുക 1-ാം ദിവസം അസ്തമയത്തിലായിരിക്കും. ആ 1-ാം ദിവസം എന്നുള്ളത് കൊട്ടേഷൻ ഇട്ടത് എന്തിനാണെന്നറിയോ? നമ്മൾ നിലാവ് കാണുമ്പോഴേക്ക് ദിവസം അതിൻ്റെ പകുതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ദിവസം എപ്പോൾ തുടങ്ങി? പ്രഭാതത്തിൽ തുടങ്ങി. ചന്ദ്രൻ അവിടെ ഉദിച്ചു. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ. ആ ദുഹാ സമയത്ത് തന്നെ ഉദിച്ച ചന്ദ്രനെയാണ് നമ്മൾ 1-ാം ദിവസം തന്നെ അസ്തമയത്തിൻ്റെ സമയത്ത് കാണുന്നത്. അപ്പോൾ നിലാവ് കാണപ്പെടുക 1-ാം ദിവസം അസ്തമയത്തിലായിരിക്കും. അത് സൂചിപ്പിക്കുന്നത് ചന്ദ്രന് ഒരു ദിവസം പ്രായമായി എന്നത്രേ. ഒരു ദിവസം പ്രായം, അദദു സിനി. ഒരു ദിവസം പ്രായം, അദദു സിനി. അടുത്ത ദിവസമാകുമ്പോൾ പ്രായം 2ആയി. പ്രായത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഓരോ ദിവസവും ചന്ദ്രൻ്റെ പ്രായം വർദ്ധിച്ചു കൊണ്ടിരിക്കും. എൻ്റെ പ്രായം അങ്ങനെ തന്നെയാണ്. എനിക്ക് സൗദി അറേബ്യയിൽ പോയാൽ ഒരു പ്രായവും മലപ്പുറത്ത് നിൽക്കുമ്പോൾ വേറൊരു പ്രായവും ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് ദിവസം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രായം വർദ്ധിക്കും. ചന്ദ്രന് പ്രായം വർദ്ധിക്കണമെങ്കിൽ ദിവസം മാറണം. ദിവസം മാറിയാൽ പ്രായം വർദ്ധിച്ചിരിക്കണം. ചന്ദ്രൻ്റെ പ്രായം നമ്മൾ തീയതികളായി എണ്ണിക്കണക്കാക്കി പോരുന്നു. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞത് അതാണ്. ആ ആയത്തും നമ്മൾ ഇന്ന് ചർച്ചക്കെടുത്തിട്ടില്ല. യസ്അലൂനക അനിൽ അഹില്ല. ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖീത്. അത് ജനങ്ങൾക്കുള്ള തീയതികളാകുന്നു എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഇത് അന്നത്തെ ഒരു വിശേഷം പറയാം. അമാവാസിക്ക് ശേഷം വരുന്ന ദിവസം പുതിയ മാസത്തിലെ പ്രാരംഭ ദിനവും അന്ന് സൂര്യാസ്തമയ ശേഷം ആ ദിവസത്തെ 1-ാം ദിവസത്തെ ചന്ദ്രക്കല ദൃശ്യമാവുകയും ചെയ്യും. അത് നമ്മുടെ നാട്ടിൽ അന്ന് കാണപ്പെട്ടില്ലെങ്കിൽ തന്നെ ഭൂമിയുടെ ഇതര പ്രദേശങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം എന്നത് ഭൂമിക്ക് മൊത്തത്തിലാണല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 ദിവസങ്ങൾ തമ്മിലുള്ള താരതമ്യം.
ഡേ ഓഫ് ഉർജൂനുൽ ഖദീം, ഈ അറ്റത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന മാസത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ. 30 ദിവസമുള്ള മാസമാണെങ്കിൽ 29ാമത്തെ ദിവസം, 29 ദിവസമുള്ള മാസങ്ങളാണെങ്കിൽ 28ാമത്തെ ദിവസം. അതിനെയാണ് നമ്മൾ ഡേ ഓഫ് ഉർജൂനുൽ ഖദീം എന്ന് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം ഡേ ഓഫ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും നേർരേഖയിലാകുന്നതിൻ്റെ ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്ന ദിവസം. തൊട്ടടുത്തത് അടുത്ത മാസത്തിലെ 1-ാം ദിനം. ചന്ദ്രൻ്റെ വിസിബിലിറ്റി കൊമ്പ് ഇങ്ങോട്ടായിരിക്കും. ആ ഒരു ദിവസം നമ്മൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉർജൂനുൽ ഖദീം കാണും. തൊട്ട് പിറ്റേ ദിവസം സൂര്യൻ്റെ പൂർണ്ണമായ പ്രഭാവലയത്തിലായിരിക്കും ചന്ദ്രൻ. സൂര്യഗ്രഹണമാണെങ്കിൽ മാത്രം ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ നമ്മളെ കാണാതെ ചന്ദ്രൻ കടന്നു പോകും. പിറ്റേ ദിവസം ചന്ദ്രൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്രകാശിതമാകും. കൊമ്പിൻ്റെ രൂപവും മാറും. കാണുന്ന സമയവും പടിഞ്ഞാറ് അസ്തമയ സമയം എന്നായി മാറും. ഇത് 3 ദിവസമായിട്ടാണ് ഫീൽ ചെയ്യുക. നിങ്ങൾ ഇത് വ്യാഴാഴ്ചയാണെങ്കിൽ ആ വ്യാഴാഴ്ച തന്നെയാണ് ഉർജൂനുൽ ഖദീം എല്ലായിടത്തും വിസിബിൾ ആവുക. തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ് ചന്ദ്രൻ സൂര്യൻ്റെ മുന്നിലൂടെ പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ ആ വെള്ളിയാഴ്ച തന്നെയാണ് എല്ലാവർക്കും അമാവാസി ദിവസം ഉണ്ടാവുക. തൊട്ടടുത്ത ദിവസം ശനി, ആ ശനിയിലാണ് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ പ്രതിഫലിച്ചു തുടങ്ങുന്ന ആദ്യത്തെ ദിവസം. അതെല്ലാ നാട്ടിലും ശനിയാഴ്ച തന്നെയായിരിക്കും. എല്ലാ നാട്ടിലും കണ്ടില്ലെങ്കിലും ആദ്യ ദിനം തന്നെ ചില നാടുകളിൽ 1-ാം ദിവസം തന്നെ കല കാണാം. ഇത് ഒരിക്കലും നിങ്ങളെ ഒരു പൂർണ്ണമായ വിവരത്തിലേക്ക് എത്തിച്ച ഒരു സെഷനാണ് എന്ന് ഇത് പറഞ്ഞു തന്ന എനിക്ക് ഒരു വിശ്വാസവുമില്ല. നേരെ മറിച്ച് കുറച്ച് സമയം നിങ്ങൾ അറിയുന്നതോ അറിയാത്തതോ ആയ കുറേ കാര്യങ്ങളിലേക്ക്, കുറേ സാധ്യതകളിലേക്ക് പ്രചോദിപ്പിക്കാനാകും. വിശുദ്ധ ഖുർആനിൽ സമയത്തെക്കുറിച്ച് പറയുന്ന പ്രകൃതിയുടെ പല അനുഭവങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനിടയിൽ നമ്മൾ കാണണം. ദിനം പ്രതി പാരായണം ചെയ്യുന്ന ഒരു സൂറത്തിലെ സൂറത്തുൽ ഫലഖിൽ ഒരു പ്രയോഗമുണ്ട്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഒരിക്കൽ ആയിഷ ബീവിൻ്റെ ചുമലിൽ കൈയിട്ടിട്ട് റസൂലുള്ള അങ്ങനെ നിൽക്കുമ്പോൾ അമ്പിളി മാമൻ ഇങ്ങനെ കാണുന്നുണ്ട് ആകാശത്തിൽ. അപ്പോൾ റസൂലുള്ള അമ്പിളി മാമനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, അതാണ് ഗാസിഖ്, അതാണ് ഗാസിഖ്. എന്താ ഗാസിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുള്ള അർത്ഥം എന്താ? ഗാസിഖ്, മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അർത്ഥം പറയേ? അർത്ഥമില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം എന്താ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അപ്പോൾ ഗാസിഖ്. പിന്നെ ഖുർആനിലൊരു പ്രയോഗമുണ്ട് ഗസഖുൽ ലൈൽ എന്ന്, അല്ലേ? അങ്ങനെയല്ലേ? ഇല്ലേ, എനിക്ക് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകും എന്നാണ്. അല്ലല്ലോ? ഗസഖുൽ ലൈൽ, അല്ലേ? ഇപ്പോൾ ഖുർആനൽ ഫജ്രി, ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. എന്താ ചോദിക്കണ്ട? ഇരുട്ട് മൂടിയ രാത്രി എന്നാണ് ഗാസിഖ് എന്ന് പറയുന്നതിന് നമ്മൾ അർത്ഥം പറയാറ്. ഏതാണ് ആ രാത്രി?
സൂറത്തുൽ ഫലക്ക് കുറേ കാലമായാലും നമ്മൾ ഓർക്കുന്നത്. ഏത് രാത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത്? കറക്റ്റ്. ആരാ ഉത്തരം പറഞ്ഞു? ഒരു കുതിരപ്പവൻ. അമാവാസി ദിവസം, അമാവാസി ദിവസത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്ന് ചോദിക്കേണ്ട ഒരു സമൂഹമാണത്. പഠിച്ചിട്ടുണ്ടോ അമാവാസിയുടെ ഉപദ്രവം എന്താന്ന്? പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം. ഗർഭിണികളെ ബാധിക്കും, പ്രഷർ രോഗികളെ ബാധിക്കും, ഷുഗർ രോഗികളെ ബാധിക്കും, കപ്പകൃഷി ചെയ്യുന്നവർക്ക് പ്രശ്നമാണ്, പച്ചക്കറി ചെയ്യുന്നവരെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്, മരം വെട്ടുകാരെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്നറിയാം. നമ്മളുണ്ടാവല്ല കഥ അറിയുന്നത്. നമ്മളിങ്ങനെ ശരി മൂന്നെട്ട് കൂതിയ കൂലിയുണ്ട്, നെഞ്ഞത്ത് കൂതിയ അതുണ്ട്, നല്ല തന്നെ അറിഞ്ഞ് ചെയ്യണം. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, അത് ഇരുൾ വന്ന് മൂടുമ്പോൾ, ഇരുൾ വന്ന് മൂടുമ്പോൾ റസൂലുള്ളാഹി പറയുന്നു ഇവനാണ് ഗാസിഖ് എന്ന്. ആര്? ചന്ദ്രൻ. ചന്ദ്രൻ എന്നാണ് ഗാസിഖാകുന്നത്? അമാവാസി ദിവസത്തിൽ രാത്രിയിൽ പ്രകാശം നൽകേണ്ട ഒരു സാധ്യതയുള്ള വസ്തുവാണ് ചന്ദ്രൻ. അന്നത് ഭൂമിക്കഭിമുഖമായ മുഴുവൻ ഭാഗവും കറുത്തിരുണ്ടു പോകുക വഴി അന്നത്തെ രാത്രി ഇരുൾ നിബിഡമാകുന്ന ആ രാത്രി. ഏതോ മലയാള തഫ്സീറിൽ ഞാൻ കണ്ട് കള്ളന്മാരെ ഷെറ് കൂടുതലുള്ള ഈസാണെന്ന്. അല്ലാഹു അത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ മുമ്പ് എഴുതിയതായിരിക്കും. അങ്ങനെയൊന്നുമല്ല, അതിനേക്കാൾ ആഴത്തിൽ അതിന് പഠനത്തിനുള്ള വകുപ്പുണ്ട്. അതിൽ നമ്മൾ കർഷകരെ സമീപിക്കണം, മരം വെട്ടുകാരെ സമീപിക്കണം, കാട്ടിൽ ജീവിക്കുന്നവരോട് ചോദിക്കണം എന്താണ് അമാവാസിക്ക് നാട്ടിൽ നമുക്കെന്താ പ്രശ്നം, അല്ലെങ്കിൽ നമുക്കെന്താ ഗുണം. ചില മരങ്ങൾ അന്ന് മുറിച്ചാലേ ഹൈറുണ്ടാവുള്ളൂ. ഹൈറുണ്ടതിൽ അതിലത്തെ ഷെറിനെ കുറിച്ചല്ലേ ദോഷ കാവൽ ചോദിച്ചിട്ടുള്ളൂ. ഹൈറ് വേണ്ടെന്ന് പറഞ്ഞില്ല. അമാവാസിക്ക് കുറേ ഹൈറുണ്ട്. ആ ഹൈർ അറിയണമെങ്കിൽ ഷെറും അറിയണ്ടേ. അപ്പം ഇതൊക്കെ അറിഞ്ഞ് ജീവിക്കുന്ന, അനുഗ്രഹങ്ങളെ അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരു അടിമയായി എനിക്കും നിങ്ങൾക്കൊക്കെ മാറാനുള്ള വലിയ ഒരു സാധ്യതയാണ് ചന്ദ്രൻ്റെ നിരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് സ്വായത്തമാകാൻ പോകുന്നത്. നിങ്ങളൊരടി വെച്ചാൽ റബ്ബ് നിങ്ങളോട് ആ വിഷയത്തിൽ ഓടിയടുക്കും. എൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങൾ മാത്രമാണ്. നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് അള്ളാഹുവിൻ്റെ ലീലാവിലാസങ്ങളാണ്. അത് മനസ്സിലാകാതെ പോവില്ല. അതൊരാളും നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടതില്ല. നിങ്ങൾ തയ്യാറായാൽ മതി, നിങ്ങളൊന്ന് ഇറങ്ങിയാൽ മതി. തീർച്ചയായും ഇന്ന് രാവിലെ നമ്മൾ സൂറത്ത് യൂനുസിൽ ഓതിയില്ലേ, യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, അത് അംഗീകരിക്കാൻ കാണിച്ച ഒരു മനസ്സുകൊണ്ട് തന്നെ അള്ളാഹു ആ വഴിയിൽ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്താണെന്നറിയില്ല, ചോദിക്കാം. മൗലവി അല്ല, മൗലവി നോക്കിയിട്ട് മതി, നിർബന്ധമൊന്നുമില്ല, ചോദ്യങ്ങൾക്കനുസരിച്ച്. അതെ, ഇപ്പോൾ ടൈമായില്ലേ? 2 സാധ്യത പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, പിന്നെ ഇതന്നെ പണിയെടുക്കുക. ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. പക്ഷേ നമ്മുടെ സമയം നമ്മൾ വിചാരിച്ചതിൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഏകദേശം 5 മണി ആകാറായി. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, ആയത്തുകളാണ് നമുക്ക് പറഞ്ഞത്. ശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് നമ്മളത് പറഞ്ഞത്. പല ആയത്തുകളും നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടോ ഇത് ഇങ്ങനെയാണോ അറിയേണ്ടത്, ഇങ്ങനെയാണോ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. സത്യത്തിൽ അത് തന്നെയാണ് ക്ലാസിന്റെ ഉദ്ദേശം. ഓരോ ആയത്തുകളെയും നിങ്ങൾ സ്വയം തദബ്ബുർ ചെയ്യണം. ഇത് ഒരാശയം ഏതെങ്കിലും ഒരാൾ പറഞ്ഞ ആശയം ആരെയും അടിച്ചേൽക്കുകയല്ല.
അടിച്ചേൽപ്പിക്കാൻ പാടില്ല, അടിച്ചേൽപ്പിക്കുന്നതും യഥാർത്ഥ ഇസ്ലാമികമായ ശ്രദ്ധിക്കലല്ലോ. മറിച്ച് നമുക്ക് അള്ളാഹു ഹുദയായിട്ട് തന്നതാണ് പരിശുദ്ധ ഖുർആൻ. നമുക്ക് വഴികാട്ടിയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിവിധ മേഖലകളിലും പരിശുദ്ധ ഖുർആൻ വഴി കാണിക്കണമെങ്കിൽ വഴി നോക്കേണ്ടതാണ്. ഇല്ലേ? വഴി കാണിക്കണമെങ്കിൽ വഴി നമ്മൾ നോക്കണ്ടേ? വൈറൽ മൂവ്മെന്റിന്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാന്ന് പറയാം. വഴി നോക്കണ്ടേ? ഇപ്പൊ വഴി നോക്കുക എന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും വഴി നോക്കുക എന്നത്. നമ്മൾ നോക്കാനില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം. നമ്മൾ വഴി നോക്കാറില്ല ഖുർആനിലെ. നമ്മൾ ഖുർആനെ നോക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. വഴി നോക്കൽ പോയി ഖുർആനെ നോക്കാറില്ല. നമുക്ക് എല്ലാവരും ഇൻഫർമേഷൻ പല സ്ഥലങ്ങളിൽ ആ ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ എടുക്കാറ്. പകരം ഖുർആനിൽ നിന്ന് നമ്മൾ എടുക്കുക, ഖുർആനിൽ നിന്ന്